മുഹീദ്ദീൻമാലയിൽ കാണുന്നത് മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്താ. കനിയില്ല കാലത്ത് കനിയെ കൊടുത്തോർ, കനിഞ്ഞ മരത്തിലും കായ നിറച്ചോവർ. കനിയില്ല കാലത്ത് കനിയെ കൊടുത്ത ആളാണ് നമ്മുടെ ശൈഖ്. മാത്രല്ല കരിഞ്ഞ മരം, ആ മരത്തില് കായ നിറച്ചവരാണ്. വേനൽ പിടിച്ചിട്ട് ഇലപ്പൊക്കെ കൊഴിഞ്ഞ് കരിഞ്ഞിക്കണ മരത്തിൽ പെട്ടെന്ന് തന്നെ കായ ഉണ്ടാക്കി കൊടുത്ത ആളാണ് നമ്മുടെ ശൈഖ്. അപ്പൊ അപ്പുറത്തെ ആള് ആലോചിച്ചു, ആ ശൈഖ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശൈഖ് മോശമാകണ്ട. അപ്പൊ അയാൾ എഴുതിയത് കനിയും അത് നട്ട് തീയും വളം വെച്ച് അക്കനി എല്ലാവർക്കും തിന്മാൻ കൊടുത്തോവർ. മുഹീദ്ദീൻ ശൈഖ് അങ്ങനെയാണെങ്കിൽ നമ്മൾ റിഫായ് ചെയ്യുന്ന ആൾക്കാരാ. റിഫായ് ശൈഖ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കനി അത് നട്ട് വിത്തിട്ടിട്ട് വളം എന്താ ഫാക്ടം ഫോഴ്സ് 20-20-0-15 അല്ല, നേരെ മറിച്ച് തീയും വളം വെച്ച്, തീയാണ് വളം ഇട്ടത്. അപ്പൊ തീ വളം ഇട്ട് കഴിഞ്ഞപ്പോ എന്തെടുത്തു, നമ്മുടെ ഫാസ്റ്റ് ഫുഡ് പോലെ ഫാസ്റ്റ് ഫ്രൂട്ട് പെട്ടെന്ന് തന്നെ എന്തെടുത്തു, പെട്ടെന്ന് മരം ഉണ്ടായി നിറഞ്ഞ് അക്കനി എല്ലാവർക്കും തിന്മാൻ കൊടുത്തോവര്. തീ വളമിട്ട് മുളപ്പിച്ച ആ മരത്തിലെ കനി എല്ലാവർക്കും തിന്നാൻ കൊടുത്ത ആളാണ്. അപ്പൊ പിന്നെ ആരായി കേവ. ഇനിയിപ്പോ ഇപ്പുറത്ത് മുഹീദ്ദീൻമാല എടുത്തു നോക്കാൻ അത് കാണുന്നത് റമദാൻ മാസമായി കഴിഞ്ഞാൽ മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്ത് ഉണ്ട്. മുതലായ റമദാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാതോവർ. മുഹീദ്ദീൻമാല പറയാം, മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം ആ പണ്ഡിതന് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ കോഴിക്കോടുള്ള ആൾ എഴുതിയതാ. അത് മുഹീദ്ദീൻ ശൈഖ് അറിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഇവിടുന്ന് യാത്രയായി 1000-800 കൊല്ലത്തിന് ശേഷം കോഴിക്കോടുള്ള ഒരാൾ എഴുതി വെക്കാണെന്ത്, മുതലായ റമദാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാതോവർ. ഇത് മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്താണ്. കുട്ടിയായിരുന്ന ഘട്ടത്തിൽ പോലും മുല കുടിക്കൂല. നോമ്പ് കൊടുക്കേണ്ട കാര്യമില്ല, കുറ്റക്കാരല്ല, കുട്ടികൾക്ക് നോമ്പ് നോക്കണമില്ല, നോമ്പ് നോക്കുന്ന നിർബന്ധമില്ല. പക്ഷെ ആ സമയത്തും ആ ഘട്ടത്തിൽ പോലും ഇദ്ദേഹത്തിന്റെ കറാമത്തായി അദ്ദേഹത്തിന് സംഭവിച്ചാണെന്ത്, മുല കുടിക്കണ കാലത്ത് മുലനെ തൊടൂല, നോമ്പ് നോക്കുമായിരുന്നു. അപ്പൊ മറ്റേ ആൾ ഇങ്ങനെ ചിന്തിക്കുക, സുബ്ഹാനല്ലാഹ് ഇതെന്താ ചെയ്യാ, റമദാൻ ആകെ 30 ഉള്ളൂ. കാര്യം റസൂലുള്ളാഹ് പറഞ്ഞു പോയി 30 കഴിഞ്ഞാൽ പിന്നെ എന്തെടുക്കണം, പിറ്റേന്ന് ഒന്നായി കണക്കാക്കിയിട്ട് പെരുന്നാൾ ആഘോഷിച്ചോണം. അവന് 31 പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ആകെ 30 അല്ലേ. അപ്പൊ മൂപ്പര് എന്തെടുത്തറിയോ, റിഫായ്മാല മറിച്ച് വെക്കാ കാണുന്നത്, മുന്നേ മോരേകലാൽ 40 നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാതോവർ. ഇസ്ലാമിന്റെ നിയമത്തിൽ 30 ദിവസം പിടിച്ചാൽ മതിയെങ്കിലും മുന്നേ മോരേകലാൽ നേരത്തെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. നേരത്തെ വന്നൊരു കൽപ്പന പ്രകാരം 40 നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാതോവർ. നമ്മുടെ ശൈഖ് 40 ദിവസം നോമ്പ് നോക്കുമായിരുന്നു. എന്തിനാ ഇല്ലാത്ത നോമ്പ് ഉണ്ടാക്കിയത്? എന്തിനാ ഉണ്ടാക്കിയത്? മറ്റേയാളെക്കാളും ഈ ശൈഖ് വലുതാന്ന് വരുത്താൻ തരീഖത്താൻ ഉണ്ടാക്കാണ്. ഇത് നോക്കി നിങ്ങൾ മുഹീദ്ദീൻമാരെ പറയണത്, 4 കിതാബയും മറ്റുള്ള സുഹഫയും നായന്നരുളാലേ ഓതി ഉണർന്നവർ. 4 കിതാബുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ, സബൂർ, ഇഞ്ചീൽ, തൗറാത്ത്, 4 കിതാബ്. മറ്റുള്ള സുഹഫയും മറ്റുള്ള ഏടുകളും നായന്നരുളാലേ ഓതി ഉണർന്നവർ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുഹീദ്ദീൻ ശൈഖ് ഓതി പഠിച്ചിട്ടുണ്ട്. ഖുർആൻ മാത്രമല്ല, സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, ഈ വേദഗ്രന്ഥങ്ങളും മുഹീദ്ദീൻ ശൈഖ് പഠിച്ചിട്ടുണ്ട്, ഓതി പഠിച്ചാണ്. അപ്പൊ മറ്റാളിങ്ങനെ ആലോചിച്ച്, സുബ്ഹാനല്ലാഹ് ഇതിപ്പോ എന്താ ചെയ്യാ, 4 കിതാബാണ് അറിയപ്പെട്ടത്, അത് 4 മുഹീദ്ദീൻ ശൈഖ് ഓതിപ്പഴിച്ചു. അപ്പൊ മൂപ്പരെന്തെടുത്തറിയോ, മൂപ്പരെന്തെടുത്ത് ഓതും ഫുർഖാൻ, സബൂർ, ഇഞ്ചീൽ, തൗറാത്തും ഓതാതറിഞ്ഞി ഞാനെന്ന് പറഞ്ഞോവർ. ഓതും ഫുർഖാൻ, സബൂർ, ഇഞ്ചീൽ, തൗറാത്ത്, ഈ 4 കിതാബുകളും മുഹീദ്ദീൻ ശൈഖ് ഓതി പഠിച്ചില്ലേ. ഇതൊക്കെ നമ്മുടെ ശൈഖ് ഓതാതെ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആരാകെ ഓതി പഠിച്ച ആളാണോ ഓതാതെ പഠിച്ച ആളാണോ? നിങ്ങളുടെ ഈ ഫായിമാല മറിച്ച് നോക്ക്, മറുപടിയാണ് ഓതും ഫുർഖാൻ, സബൂർ, ഇഞ്ചീൽ, തൗറാത്തും ഓതാതറിഞ്ഞി ഞാനെന്ന് പറഞ്ഞോർ. ഇതൊന്നും ഞാൻ ഓതിപ്പടിച്ചതല്ല, കാണാതെ ഓതാതെ തന്നെ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാ. ഓരോന്നിനും കാണണം, ഓരോന്നിനും മറുപടി. ഇതുപോലെ തന്നെ മുഹീദ്ദീൻമാരെ കാണുന്നത്, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്താണ് എന്ത്, കണ്ണിൽ കാണാത്ത, അപ്പൊ അമേരിക്കയിൽ നടക്കുന്ന കണ്ണി കണ്ടോ ഇല്ല, പക്ഷെ കണ്ടതുപോലെ പറയും. അതുപോലെ മനസ്സിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നോക്കി ഇങ്ങനെ പറയും. ഒരു കുപ്പിക്കകത്ത് ഒരു വസ്തു ഇരുന്നാൽ എത്ര വ്യക്തമായി കാണാൻ കഴിയുമോ അത്രയും വ്യക്തമായി മനുഷ്യന്റെ മനസ്സിലുള്ള കാര്യം മുഹീദ്ദീൻ ശൈഖ് പറയും. അദ്ദേഹത്തിന്റെ കറാമത്ത് തരീഖത്താൻ എഴുതി വെച്ചതാ. അപ്പൊ റിഫായ് തരീഖത്താരൻ ചിന്തിച്ചാ അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ, അങ്ങനെ ഇപ്പൊ എല്ലാം പറയണ്ട. അപ്പൊ എന്തെടുത്ത് ഒരു കഥ ഉണ്ടാക്ക. എന്താ കഥ? കഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഥയാ. റിഫായ്മാലെ കാണുന്നത്, ഖോജ മുഹീദ്ദീൻ താനും കളിക്കുമ്പോൾ
കണ്ണിൻ പീരികത്തിന്മേലെ ഒളിച്ചോവർ കണ്ണിൽ കരുമീശി മാമനിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾ വരുവീനതെന്നോവര്. ഇവർ തമ്മിൽ മാമയും മരുമോനും എന്നാ. ആര്? മൊയ്തീനും റിഫായിയും തമ്മില് മാമയും മരുമോനും അങ്ങനെ ബന്ധമുണ്ടെന്നാ. അപ്പൊ ഇവര് തമ്മിൽ എന്തെടുത്തു പറയാ, ഖോജാ മുഹീദ്ദീനും താനും കളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കളിക്കാൻ പോയി. ഏത് കളിയാ കളിക്കാൻ പോയത്? എന്താ കളി കളിക്കാൻ പോയത്? ഒളിച്ചു കളി, പീസ് കളി എന്നൊക്കെ പറയാം. അവിടെ പീസ് ഇങ്ങനെ ഒരു ബോൾ കൊണ്ട് എറിയുക, എല്ലാവരും ഓടുക, ഒളിക്കുക, മറ്റാള് അതുപോലെ തന്നെ എണ്ണ, ഒരാൾ വേർന്ന് എണ്ണുക, എന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവർ ഒളിക്കുക, പിന്നെ ഇയാൾ തപ്പിയാണെന്ന് എല്ലാവരും കണ്ടുപിടിക്കുക. ഇതുപോലെ ഒളിച്ചുകളില്ലല്ലോ, സാറ്റ് കളി, പല പേരുണ്ട്. അപ്പോ ഇതാണ് ഇവർ തമ്മിൽ കളിക്കാൻ പോയത് എന്നാ. മാതല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിനി. ഔലിയാക്കളെ ഇത്രയും മോശാക്കാൻ വേറൊന്ന് പറയണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ. ഒരാൾ നാളത്തെ പത്രത്തിലാണ് അച്യുതാനന്ദന് ഉമ്മൻചാണ്ടിയോട് ഒളിച്ചു കളിക്കാൻ പോയി. അംഗീകരിക്കും അല്ലേ? കളിയാക്കും. ഇവിടുത്തെ ബുദ്ധിയുള്ള ഒരു ബോധമുള്ള ഒരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവും കൂടെ സാറ്റ് കളിക്കാൻ പോയി. സാറ്റ് കളിക്കാൻ പോയി ആക്ഷേപിക്കൂലാണ്. അത് ബോധമുള്ള വലിയ പ്രാവീണ്യമുള്ള ചിന്തയുള്ള സമൂഹത്തിൽ നയിക്കുന്ന ആളുകൾക്ക് പറ്റിയാണോ? അല്ല. പക്ഷെ ഔലിയാക്കളെ കുറിച്ച് എഴുതിച്ച് ഔലിയാക്കന്മാരെ ഇങ്ങനെ കളിക്കാൻ നടക്കണല്ലോ. ഔലിയാക്കൾ ഇങ്ങനെ കളിക്കാൻ നടക്കണവരാ. പക്ഷെ പറഞ്ഞെന്താ, ഖോജാ മുഹീദ്ദീൻ താനും കളിക്കുമ്പോൾ റിഫായി ഷെയ്ഖും മുഹീദ്ദീൻ ഷെയ്ഖും കളിക്കാൻ പോയിനാ. അപ്പോ റിഫായി ഷെയ്ഖ് ആളാരാ മോനെ? മൂപ്പരെവിടെ കയറി വിളിച്ചറിയോ? കണ്ണിൻ പിരികത്തിന്മേലെ ഒളിച്ചോവർ. കണ്ണിന്റെ പിരികത്തിന്റെ മോളിൽ കയറി വിളിച്ചിരുന്നു. മുഹീദ്ദീൻ ഷെയ്ഖിനെ കണ്ണിന്റെ പിരികത്തിന്റെ മോളിൽ കയറി വിളിച്ചിരുന്നു. ഇപ്പൊ കാണാൻ പറ്റും. മുഹീദ്ദീൻ ഷെയ്ഖ് ഇങ്ങനെ തപ്പി നടന്നു, ഉലകം മുഴുവൻ തപ്പി, ആലം മുഴുവൻ തപ്പി, അണ്ടകടാഹം മുഴുവൻ പരിശോധിച്ചിട്ട് റിഫായി ഷെയ്ഖിനെ കാണില്ല. അവസാനം കണ്ണിൽ കരുമീശി മാമനിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾ വരുവീനതെന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു, മോനെ ഞാൻ മുഴുവൻ തപ്പി, എന്നെ കാണില്ല, ഞാൻ തോറ്റ് എന്ന് പറഞ്ഞപ്പോ കണ്ണിന്റെ പിരികത്തിന് ചാടി സാറ്റടിച്ച്. ആര്? റിഫായി ഷെയ്ഖ് സാറ്റടിച്ച്. ഈ കഥ പറഞ്ഞിട്ട് എന്താ മാന്യസോദരം കിട്ടാണ്? നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് റിഫായി മാല മറിച്ചു വെക്കുക. ഈ കഥ നിങ്ങൾ വായിച്ചു കണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇത് പറഞ്ഞിട്ട് ഔലിയാക്കൾക്ക് എന്താ കിട്ടാനുള്ളത്? എന്താ കിട്ടാനുള്ളത്? അപ്പോ മറുപടി എന്ത്? മറ്റവിടെ പറഞ്ഞല്ലോ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞവര് എന്ന വാചകത്തിന് മറുപടി എഴുതുകയാണ്. എങ്ങനെയാണ് കണ്ണിൽ കാണാത്ത കാര്യം പറയുക, കൽബിലുള്ള കാര്യം പറയുക? കണ്ണിന്റെ പിരികത്തിരുന്നിട്ട് കണ്ടിട്ടില്ല എന്നിട്ടല്ലേ കണ്ണിൽ കാണാത്തത് പറയുന്നത് എന്ന ദ്വയാർത്ഥം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, മറുപടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഔലിയാക്കന്മാരെ അപഹസിച്ചുകൊണ്ട് എഴുതിയ ഈ ഗ്രന്ഥങ്ങൾ നമ്മുടെ ഉമ്മമാരെ കൊണ്ട് പേറിച്ചു. ഉമ്മമാരത് വായിച്ചു, കൂലിക്ക് വേണ്ടി, പ്രതിഫലത്തിന് വേണ്ടി ഓതാറിയാത്തവർ ഉസ്താദിനെ വിളിച്ച് ഓദിച്ചതിന് കൈമടക്ക് വന്നു, ഭക്ഷണം വന്നു, നേർച്ച വന്നു, നിവേദ്യമായി. അതൊരു വരുമാന മാർഗമായി. ശമ്പളമല്ല പ്രശ്നം, കിമ്പളമാണ്. എത്രയാ ആ കിമ്പളം? എത്ര കിട്ടുമെന്നതായി ചോദ്യം. ഒരു മഹലിലെ ഖത്തീബ് അല്ലെങ്കിൽ മുക്രി അല്ലെങ്കിൽ ഒരു കാളിയാര് സ്ഥാനം എടുക്കുമ്പോ എത്ര? 2000 ശമ്പളം. എന്നാലും എത്ര ഒക്കും എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എത്ര ഒക്കും എന്ന് ചോദിക്കുക. ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഈ രൂപത്തിൽ ഈ സമൂഹത്തെ നയിക്കേണ്ട ആളുകള് തരം താഴ്ന്നു പോകുന്ന അവസ്ഥ ഉണ്ടായി. ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം ശ്രമിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി ഉയർന്നു വരാൻ വേണ്ടി, സമുദായം ഉയർന്നു വരാൻ വേണ്ടിയിട്ട് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ പടയോട്ടങ്ങൾ നിങ്ങൾക്കറിയോ? വക്കം അബ്ദുൽ ഖാദർ മൗലവി, വക്കം എന്ന് പറയുന്ന സ്ഥലം കേരളത്തിന്റെ തെക്കേ അറ്റമായ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലം വക്കം എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ നിങ്ങൾ ആ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, വടക്കോട്ട് വരുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ സ്കൂള് കാണാം. സ്കൂളിന്റെ പേര് ലജനത്തുൽ മുഹമ്മദിയ എന്നാണ്. മുജാഹിദ് നടത്തുന്ന സ്കൂളല്ലത്, ലജനത്തുൽ മുഹമ്മദിയ എന്ന സ്കൂളാണ്. അവിടെ വന്നിട്ട് ചോദിക്കുക, ഈ സ്കൂള് സ്ഥാപിച്ചാരാ? വക്കം മൗലവി. തിരുവനന്തപുരത്ത് വക്കം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച വക്കം മൗലവി എന്ന് പറയപ്പെടുന്ന എന്ന പേരിൽ അറിയപ്പെട്ട ആ പണ്ഡിതൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് ആലപ്പുഴയിൽ വന്നിട്ട് സ്കൂൾ ഉണ്ടാക്കുക. എന്തിനാണ്? അവിടുത്തെ സമൂഹത്തിന് വിദ്യാഭ്യാസം കിട്ടാൻ. ഇന്ന് സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന സ്ഥലം വക്കം മൗലവിയുടെ സ്ഥല. ആ വക്കം മൗലവിയുടെ സ്ഥലമായിരുന്ന ആ സ്ഥലം വിറ്റ് അതിന്റെ പണവുമായി വക്കം മൗലവി വന്നിട്ടാണ് ആ സ്കൂൾ സ്ഥാപിച്ചത്. സ്വന്തം പാടവും പറമ്പും വിറ്റിട്ട് അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി ഈ സമുദായത്തിന് വിട്ടുകൊടുത്ത പ്രസ്ഥാനം. അത് ചെയ്യുമ്പോ സമസ്തക്കാരെന്താ മാന്യ സഹോദരങ്ങളെ പറഞ്ഞത്? നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്. ആരാ മൗലവി പറഞ്ഞു? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ വിടായി വിട്ടിക്കാതെ ചെല്ലി പറയാം. അല്ല, കേട്ടോളൂ. ഇതാ സുന്നി വോയിസ് പറയാണ്, നമുക്ക് മാത്രമേ ധൈര്യപൂർവ്വം വിസമ്മതത്തിന്റെ മുദ്രാവാക്യം മുഴക്കാൻ അവകാശമുള്ളൂ.
വിസമ്മതത്തിന്റെ മുദ്രാവാക്യം മുഴക്കാൻ നമുക്ക് മാത്രമേ അവകാശമുള്ളൂ. കാര്യം എന്താ? കാരണം നാം ആരിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടില്ല. സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കെതിരെ എന്നും വിസമ്മതം പ്രകടിപ്പിച്ചവരാണ് നമ്മൾ. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് നമ്മുടെ പണ്ഡിതന്മാരെ കൊണ്ട് പറയിപ്പിച്ചത് ഈ വിസമ്മതത്തിന്റെ കരുത്താണ്. കണ്ടോ, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് നമ്മളെ കൊണ്ട് പറയിച്ചത് ഈ വിസമ്മതത്തിന്റെ കരുത്താണ്. വേറെ ദുരന്തം നിങ്ങൾക്ക് കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തിനെതിരെ ക്ലിപ്പിട്ടടക്കല്ല, നിങ്ങൾ അന്വേഷിക്കണം. എന്താണെന്നറിയോ? ഇത് റിസാലയാണ്. നമ്മൾ ആരെങ്കിലും പറയല്ല, ഇത് റിസാലയാണ്. 2000 ജനുവരി 14 റിസാല. ഇതിലെ ഒരു സംഭവം പറയാം. തലശ്ശേരി മാന്യ സഹോദരങ്ങളെ, ഇവിടുന്ന് ഇപ്പൊ വണ്ടി എടുത്ത് പോയാൽ എത്താനുള്ള സ്ഥലമാണല്ലോ, ഇവിടെ അടുത്താണല്ലോ തലശ്ശേരി. കേട്ടോ, തലശ്ശേരിയിൽ മായൻ എന്ന ഒരാൾ തന്റെ 2 പെൺകുട്ടികളെ ഇംഗ്ലീഷ് സ്കൂളിൽ അയച്ചു. പേരെന്താ? മായൻ. അയാൾ ഒരൽപ്പം ബോധമുള്ള മനുഷ്യനാ. അയാള് തന്റെ 2 പെൺകുട്ടികളെ ഇംഗ്ലീഷ് സ്കൂളിൽ അയച്ചു. അതിന് സമൂഹം അദ്ദേഹത്തിന് നൽകിയ പേര് കാഫർ മായിൻ എന്നായിരുന്നു. കാഫർ മായിൻ. ഈ മായനെ കാഫർ എന്ന് വിളിച്ച് പരിചയപ്പെടുത്തുന്നതാണ്. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്നായിരുന്നു പൊതുവെ പറയപ്പെട്ടിരുന്നത്. മലയാളത്തിൽ ആരിനെഴുത്ത് എന്നാണ് പറഞ്ഞിരുന്നത്. സ്കൂളിലെ പാഠ്യപദ്ധതിയും ഹൈന്ദവ സംസ്കാരത്തിനനുസരിച്ചായിരുന്നു. മുസ്ലിങ്ങൾ അവരുടെ ആവശ്യത്തിന് അറബി മലയാളം ലിപി പഠിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് ദൈനംദിന ജീവിതാവശ്യങ്ങൾക്ക് മലയാളത്തെയോ ഇംഗ്ലീഷിനെയോ ആശ്രയിക്കേണ്ടതുണ്ടായിരുന്നില്ല. നമുക്ക് നമ്മളൊരു ഭാഷ ഉണ്ടാക്കിയത് അറബി മലയാളം, ബാക്കി ഇംഗ്ലീഷോ നരകത്തിലെ ഭാഷ. മലയാളം ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കും. അത് പറ്റൂല. അത് ആരിനെഴുത്താണ്? നായന്മാരുടെ ഭാഷയാണ് മലയാളം. ഈ ഒരവസ്ഥയിൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം, നമ്മൾ എവിടെ എത്തും? ഇന്ന് നിങ്ങളുടെ കുട്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ പെൺകുട്ടി പഠിക്കുന്നുണ്ട്. 5ഉം 6ഉം വയസ്സിലല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ പെൺകുട്ടി അവൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ 14 വയസ്സുള്ള നിന്റെ പെൺകുട്ടി അവൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. അല്ലേ? നിങ്ങളെ കാഫർ എന്ന് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കാഫർ എന്ന് വിളിക്കുന്നുണ്ടോ? നിങ്ങളെ പെൺകുട്ടികളെ കലാലയത്തിൽ വിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു എന്ന പേരിൽ നിങ്ങളെ കാഫർ എന്ന് വിളിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? ധൈര്യപ്പെടില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ പരിവർത്തിപ്പിച്ചതാരാ? വെറുതെ ഉണ്ടായതാ? സ്വന്തം പാടവും പറമ്പും വിറ്റ് സ്കൂളുകൾ സ്ഥാപിച്ചിട്ട് ആട്ടിത്തെളിയിച്ചു ഈ സമുദായത്തെ. സ്കൂളിലേക്ക് പോയിരുന്ന് പഠിക്കൂന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇന്നത്തെ ഈ പ്രസ്ഥാനത്തിന്റെ സമാദരണീയനായ AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം പറഞ്ഞ അനുഭവമുണ്ട്. അദ്ദേഹം സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് സ്കൂൾ ഒറ്റ മുസ്ലിം കുട്ടി വരില്ല, അയക്കൂലാണ്. കാരണം ഇതാണ് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്, മലയാളം നായന്മാരുടെ ഭാഷയാണ്. ഇത് പഠിക്കാൻ വിടുവോ? ഇല്ല. അവസാനം ഈ മൗലവിമാർ വീടുകളിൽ കയറി നടക്കും. എന്നിട്ട് മുസ്ലിം വീടുകൾ എന്ന് ദാരിദ്ര്യത്തിന്റെ കാല, അവര് പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ കോഴിമുട്ട കൊടുത്തിട്ട് കപ്പ വാങ്ങി തിന്നുന്ന കാലാണ്. ആ കാലത്ത് ദാരിദ്ര്യം കൊടുകുത്തി വാഴുന്ന കുടിലുകളിൽ കയറി ഇറങ്ങിയിട്ട് പറയുന്നു, ഉച്ചക്ക് കഞ്ഞിയുണ്ട് സ്കൂളിൽ, കുട്ടിയെ കഞ്ഞി കുടിക്കാൻ വിടണം. അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഉമ്മമാര് ഉച്ചക്ക് സ്കൂളിലേക്ക് കുട്ടികൾ വിടുമ്പോ ആ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ആ എന്നക്ഷരവും അലിഫ് എന്നക്ഷരവും എ എന്നക്ഷരവും ഒരുപോലെ പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനാണ്. വെറുതെ അല്ല, രേഖകൾ സംസാരിക്കും, വെറുതെ പറയല്ല. ചിലപ്പോൾ പറയും ഇങ്ങനെ കാലത്തിനൊത്ത് വന്ന മാറ്റാണെന്ന. കാലത്തിനൊത്ത് വെറുതെ മാറിയതല്ല. ഈ സമുദായത്തെ കെട്ടിയിട്ടു. അന്ധകാരത്തിൽ അക്ഷരം നിഷേധിക്കപ്പെട്ട് അന്ധകാരത്തിന്റെ തടവറയിൽ കെട്ടിയിടപ്പെട്ടപ്പോൾ ഈ സമുദായത്തിന് വെളിച്ചം പകർന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് പ്രദേശത്ത് കടന്നിരുന്നാലും ഞങ്ങൾക്കറിയാം അവിടെ പ്രശ്നം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഞങ്ങളത് അറിഞ്ഞിട്ട് ഒരു പരിപാടി വെക്കുന്നത്. ഞങ്ങൾക്ക് കൈയടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു പരിപാടി എവിടെ വെക്കാറില്ല. അത് ഇവിടെ അല്ല, എവിടെയായിരുന്നാലും. ചില പ്രദേശത്ത് ചെല്ലുമ്പോ അവിടെ കൂക്ക് വിളിക്കാനൊക്കെ നേരത്തെ ആള് റെഡിയാ, കല്ലെറിയാൻ ആള് റെഡിയാ. പരിപാടി കഴിഞ്ഞ് പോകുമ്പോ പുറകിൽ ആള് വന്നിട്ടുണ്ട്, ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല അവസ്ഥകളുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ നടക്കുന്നത്. അതറിഞ്ഞിട്ടാ ഞങ്ങൾ അത് പറയാൻ പോകല്. പക്ഷേ ഇങ്ങനെ പോകുമ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. ഈ ബഹളം ഉണ്ടാക്കാൻ വരുന്ന കൂക്കി വിളിക്കാൻ പറഞ്ഞു വിടുന്ന ആളുകൾ കാണുമ്പോൾ ഒരു പ്രയാസമില്ല. കാര്യം ഞങ്ങൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ ഒരു തടവറയിലിട്ട് പൂട്ടങ്ങള്, ഒരു വെളിച്ചവും കയറാത്ത തടവറ, അയാളെ കൈകാലുകൾ ബന്ധിച്ചിട്ട് ആ തടവറയിലിട്ട് പൂട്ടി ഒരു വെളിച്ചത്തിന്റെ തരിമ്പ് പോലും കടന്നില്ലാത്ത ആ മുറിക്കുള്ളിൽ അയാൾ കുറച്ചു കാലം താമസിച്ചു. ഒരു 3-4 കൊല്ലായി. 3-4 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ ചെന്നിട്ട് ആ താക്കോൽ പഴുതിലൂടെ ചെറിയതായി ഒന്ന് ടോർച്ചടിക്കാകത്തേക്ക്. ടോർച്ചടിച്ച് എന്താ സംഭവിക്കുക?
അയാൾ ഓടി വരും ഇല്ല, അയാൾ അസ്വസ്ഥനാകും. ആ പ്രകാശത്തെ ഉൾക്കൊള്ളാൻ അയാളുടെ കണ്ണുകൾക്ക് സാധിക്കുകയില്ല. അയാൾ അലറി വിളിക്കും. അയാളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ അദ്ദേഹം ആട്ടി ഉലച്ചുകൊണ്ട് ബഹളം വെക്കും. ഈ പ്രകാശം ഉൾക്കൊള്ളാൻ അയാൾക്ക് കഴിയില്ല. പക്ഷേ അതുകൊണ്ട് ഇനി ഇയാൾ ബഹളം ഉണ്ടാക്കാണ്, ഞാൻ പോകുന്നത് ഇയാൾ പോന്നാലോ, അയാൾ അവിടെ തന്നെ എടുക്കും. എന്നാ പിന്നെയും ഒന്ന് ചെറുതായിട്ട് അടിച്ചു വെക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോ മൂപ്പരൊന്ന് ലെവലായി വരും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നോക്കൂ. അങ്ങനെ പതുക്കെ പതുക്കെ ഈ പ്രകാശം അയാളുടെ കണ്ണുൾക്കൊള്ളും. ഉൾക്കൊണ്ട് കഴിഞ്ഞാല് അയാൾക്കൊരു വെളിച്ചം കിട്ടി. എന്നിട്ട് അയാൾ പതുക്കെ പുറത്തേക്കൊന്നു എവിടുന്നായി വെളിച്ചം വരുന്നത്, ആ താക്കോൽ പഴുതിലൂടെ അയാൾ പുറത്തേക്കൊന്ന് നോക്കുകയാണ്. നോക്കുമ്പോഴാണ് വിശാലമായ പ്രകൃതി രമണീയമായ പച്ചിപ്പ് നിറഞ്ഞ വിശാലമായ ഈ ഭൂമിയും സൂര്യന്റെ പ്രകാശവും കാണുന്നത്. ഇതയാൾ അകത്തുനിന്ന് കണ്ടല്ലോ. പിന്നെ അയാൾ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് വാതിൽ തകർത്ത് പുറത്തു ചാടും, സംശയമില്ല. ഇങ്ങനെയാണ് ഒരാൾ മുജാഹിദായി വരിക. നിങ്ങൾ മനസ്സിലായോ? ഈ അന്ധവിശ്വാസത്തിന്റെയും ശിർക്കിന്റെയും തടവറയിൽ കിടന്ന് കണ്ണു കാണാൻ കഴിയാതെ ഈ ഇരുട്ടിൽ കഴിഞ്ഞ ആളുകള് തൗഹീദിന്റെ പ്രകാശം ഇങ്ങനെ ഒരു പ്രദേശത്തേക്ക് വരുമ്പോ അലമുറയുടെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതാ മനസ്സിലാക്കുന്നത്. ഈ ബഹളം ഉണ്ടാക്കി അടിച്ച് തകർത്ത് ആകെ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ 2 വാത് കേട്ട് 3 വാത് കേട്ട് പിന്നെ തൗഹീദ് കേട്ട് അതിന് മറുപടി പ്രസംഗം ഉസ്താദ് ഒന്ന് പ്രസംഗിച്ച് അതും കേട്ട് അങ്ങനെ വരുമ്പോ ഇവര് ചിരിച്ചിട്ട് വെളിച്ചം കിട്ടും. തലക്ക് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അവസാനം അവന് ഈ ചെറിയ വെട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊളിക്കലങ്ങോട്ട്, ആ വാതിൽ പൊളിച്ചിങ്ങനെ ചാടലാണ്. അങ്ങനെ വന്ന് പിന്നെ അവന്റെ പണി എന്താ പറയും, ഈ ടോർച്ച് അടിക്കലാണ്. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ടോർച്ച് അടിച്ചു കൊടുക്കും. അപ്പൊ അയാളും ബഹളം വെക്കുക. അപ്പൊ ഇവര് മനസ്സിലാക്കിയത് എന്റെ പഴയ അവസ്ഥയാ, ഇയാൾക്ക് മാറ്റം ഉണ്ടാവും, ഇയാളുടെ കണ്ണിൽ ഉൾക്കൊണ്ടോളും, ഇയാൾക്ക് കുറേശ്ശെ 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 പ്രകാശം കിട്ടി അയാളും ഈ വെളിച്ചത്തിലേക്ക് വരും. അങ്ങനെയാണ് ഓരോരുത്തരായി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരുപാട് ആളുകൾ ഇന്നും കൈപിടിച്ച് പല പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ കൈപിടിച്ചിട്ട് കരയുന്ന മനുഷ്യന്മാരുണ്ട്. മൗലവി, ആദ്യത്തെ നിങ്ങളുടെ പ്രസംഗം നടക്കുമ്പോ അവിടെ കൂക്കി വിളിക്കാൻ വന്ന ആളാണ് ഞാൻ, കല്ലെറിയാൻ വന്ന ആളാണ് ഞാൻ, ഇന്ന് ഈ പരിപാടിയുടെ സംഘാടകൻ ഞാനാണെന്ന് പറയുന്ന നൂറുകണക്കിന് മനുഷ്യരെ ജീവിതത്തിൽ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സോദങ്ങൾ മനസ്സിലാക്കണം. അതെന്ന് വെച്ചാൽ ഈ പ്രകാശം മനസ്സിലാക്കി കണ്ടറിഞ്ഞു വരുന്നവരാണ്, ഈ പ്രകാശത്തെ ഉൾക്കൊണ്ടുവരുന്നവരാണ്. ഈ രൂപത്തിൽ മാറ്റം ഉണ്ടാക്കണം, സമൂഹത്തിന് പരിവർത്തനം ഉണ്ടാക്കണം എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. മാന്യ സഹോദരങ്ങളെ, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് മാറ്റം ഉണ്ടായില്ലേ? എന്താണ് മാറ്റം ഉണ്ടായത്? ഇപ്പൊ അവര് പറയുന്നത് അവരുടെ സംഘടനയുടെ പേര് പോലും എന്താ, SSF. എന്താ SSF എന്ന് പറഞ്ഞാൽ? സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ. ഏതാ ഭാഷ? നരകത്തിലെ ഭാഷ. ഇംഗ്ലീഷല്ലേ? സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ. അപ്പൊ വേറൊരാൾ ചോദിക്കാട്, അതെങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ പേരിടാൻ പറ്റുമോ? ഇംഗ്ലീഷില് പേരല്ലേ നിങ്ങളുടെ പേര്? അപ്പൊ ഒരാൾ പറയുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടോളൂ. ഇവിടെ പ്രസംഗിച്ച എല്ലാ ശൈഖുമാരും മുരീദുമാരും ഖലീഫമാരും പ്രസംഗിച്ചു, ഓ ജനങ്ങളെ, നിങ്ങൾ SSFിലേക്ക് SKSSലേക്ക് നിങ്ങൾ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും പോകരുതേ. നിങ്ങൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ പിന്നാലെ അല്ല പോകേണ്ടത്, തൗഹീദിന്റെ കലിമത്തിലേക്ക് അതിന്റെ പിന്നാലെ പോകൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാരും പറഞ്ഞു. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇതേതാ? ഇത് തരീഖത്ത് വിമർശനങ്ങൾക്ക് മറുപടി. അതെടുത്ത ജീലാനി സന്ദേശം മാസിക, ജീലാനി സന്ദേശം. ഇതേതാ? ഇതാ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ദ്വൈവാരിക. ഇതൊക്കെ ആരെ ഇറക്കുന്നതെന്ന് അറിയോ നിങ്ങൾ? ഇതാ ഞാൻ വായിക്കാം. ജീലാനി സ്റ്റഡി സെന്റർ വളാഞ്ചേരി. ജീലാനി സ്റ്റഡി സെന്റർ. ഇത് പിന്നെ അറബിയ, ഇത് ഖുർആൻ ശരീഫ. ഈ ജീലാനി സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പിന്നാലെ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ ആളുകൾ ഇറക്കുന്നത് മാസികകൾ, അവരുടെ വീക്കിലികൾ, വാരികകൾ, അതൊക്കെ ജീലാനി സ്റ്റഡി സെന്റർ വളാഞ്ചേരി. ഖുർആൻ ശരീഫിലുള്ള പദവിക്കാരൻ അലി മൊയ്തീൻ ഷേഖിന്റെ പുത്തുള്ളതാണല്ലേ. എന്താ ചങ്ങാതി വരതൊക്കെ പറയുമ്പോൾ അല്പം ആൾപ്പാടോ നോക്കണം. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പറയാൻ പറ്റും. എന്നിട്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പോകരുത്, നിങ്ങൾ ഈ പേരൊക്കെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പോകും നമ്മളെ നിങ്ങൾക്ക് ഇതിപ്പോ അവര് പറയാ, പണ്ട് നമ്മള് പറഞ്ഞോ ഇംഗ്ലീഷ് പഠിച്ച നരകത്തിലൊന്നും പോവില്ല, നരകത്തിലെ ഭാഷയല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അത് പഠിക്കാം, അത് കുഴപ്പമില്ല. മാറി മറ്റുണ്ടായി. ഇപ്പോഴോ ഇപ്പൊ അവര് SSF എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലേ ചോദിക്കും. ആരും പറയണേ അത് ഓളയില്ലാട്ടാ, ബുദ്ധിയില്ലാട്ടാ, അതുകൊണ്ട് കുഴപ്പമില്ല, നരകത്തിലെ ഭാഷയല്ല, അതുകൊണ്ട് നരകത്തിൽ പോവില്ല. ഇതാണ് മാറ്റം. ഈ പരിവർത്തനം വെറുതെ ഉണ്ടായതല്ല. മനസ്സതിനെ ചുരുക്കി പറയട്ടെ, ഒരു മുസ്ലിമിന് തലയിൽ മുടിവെക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. മുസ്ലിം ആണെങ്കിൽ തല മുണ്ടനം ചെയ്യണം, മുട്ടയടിക്കണം. വെള്ളിയാഴ്ച ബാർബർ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന
ഒരു വീട്ടില് നമ്മുടെ കൃഷ്ണയ്യർ അന്ന് ജനിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ 10-12 മക്കളുണ്ടാവും. അന്ന് കൃഷ്ണയ്യർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 10-12 മക്കളുണ്ടാവും. ഓരോന്നിനെ നിരത്തിയിരുത്തിയിട്ട് ഇങ്ങനെ വടിക്കല, പേര് തന്നെ മാപ്പിളമൊട്ടാണ്. ആ തല മുടിച്ചില്ല. അങ്ങനെ ഓരോരുത്തരെ നിരത്തിയിരുത്തിയിട്ട് ബാർബർ വന്ന് റോബസ്റ്റയുടെ തൊലി വിളിക്കണ പോലെ 4 വടിയാണ്. അതോട് ക്ലീൻ മുട്ട റെഡി. ഇങ്ങനെ തലമുണ്ടനം ചെയ്യണം. ഇത് മതത്തിന്റെ ഭാഗമാണ്, ഞാൻ വെറുതെ പറയല്ല. ഇതൊരു സംസ്കാരം. മുസ്ലിം ആകണമെങ്കിൽ തന്നെ ഇത് ചെയ്യണം എന്നാ ആര് പറയണത്? സുന്നി അഫ്കാർ പറയണത്. ഇതൊരു സംസ്കാരമായിരുന്നു എന്നാണ് അൽ-ഇർഫാദ് പറയണത്. മാത്രല്ല നുസ്രത്തുൽ അനാമിൽ കാണാം, ഡബിൾ ധരിക്കലും, 2 മടക്കുള്ള മുണ്ടിടലും, ഡബിള്, അത് ധരിക്കലും തലമുടി വളർത്തലും മുസ്ലിങ്ങൾ പൊതുവിൽ തന്നെ വർജിക്കേണ്ടതാണെന്ന് വ്യക്തമായി. ഈ മുണ്ടെടുക്കാൻ പാടില്ല, ഡബിൾ മുണ്ടേ ഉടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ തലയിൽ മുടി വളർത്താൻ പാടില്ല. ഇന്ന് മൂലിയാക്കന്മാരെ ആ തലപ്പാവിന്റെ വാല് പിടിച്ചൊന്ന് പൊക്കി വെക്കണേ. മുടിയുണ്ടോ? മുടി ഉണ്ടോന്നോ? ഇപ്പൊ പ്രശ്നം തന്നെ മുടിയാണ്. ഇപ്പോഴത്തെ പ്രശ്നം തന്നെ മുടിയാണ്. എന്താ നബിയുടെ മുടി? അവൻ മുടി വെക്കാം. നബിക്ക് മുടി ഉണ്ടായിരുന്നു. മുടി ഉണ്ടായിരുന്നു. അല്ല മാപ്പിള എനിക്ക് മുടി ഉണ്ടായിരുന്നോ? അതാ പ്രശ്നം. അവൻ നബിയുടെ മുടിയായപ്പോ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കണോ? അപ്പോ ഇപ്പൊ പറയുന്നത് പറഞ്ഞാൽ, പണ്ട് ഇവിടെ മുടി ഒരു തരും പോലും പുറത്തു വരാൻ പാടില്ലായിരുന്നു. ഇപ്പൊ നബിയുടെ മുടി വന്നപ്പോ നോക്കുമ്പോ പെണ്ണിനേക്കാളും വലിയ മുടിയാ, പെണ്ണുങ്ങളെക്കാളും വലിയ മുടിയാന്ന് മാത്രമല്ല മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കാന്നാ പറഞ്ഞത്. കേട്ടോ, ഹസ്രജി പറയുന്നു, അദ്ദേഹം പറയുന്നു, എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു, ഷഅർ മുബാറക് ചിലപ്പോൾ 1.7, 2.8 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും. അത് ഞാൻ അനുഭവിച്ചതാണ്, എന്റെ വീട്ടിലുള്ളത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കൂ, ഒരേപോലെ വെച്ച ഷഅർ മുബാറക് പിന്നീട് എടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം. അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു. ആ വെല്ലുവിളി നമ്മൾ സ്വീകരിച്ചു മുമ്പ്. അതെന്താ കളവാണത്? നബിയുടെ മുടി ഇങ്ങനെ വളരുകയാണെന്ന് പറഞ്ഞു. ഇവരൊരു നബിയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ നിന്ന് ജാലിയാവാല എന്ന് പറഞ്ഞൊരു മുടി കച്ചവടക്കാരുണ്ട്. അവിടെ വീട് നിറച്ച് മുടിയാണ്, മുടി ഗോഡൗണാണ്. അത് കിടക്കാനും അതേ ഉള്ളൂ, ഇരിക്കാനും അതേ ഉള്ളൂ, ഒരു മുറിയുള്ളൂ. ആ മുറിയാണ് നിറച്ച് മുടിയാണ്. അത് ആ മുറിയിൽ നിറയെ മുടിയാണ്. അവിടെ പോയിട്ട് കുറച്ച് മുടിക്കെട്ട്, അങ്ങനെ പെണ്ണുങ്ങളെക്കാൾ വലിയ നീളമുള്ള മുടി. അതിനെങ്ങാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഉണ്ടായിരുന്നു. നബിയുടെ ചന്തി വരെ മുടി ഉണ്ടായിരുന്നു. അത്രയും നീളമുള്ള മുടി, അത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു മുടി കൊണ്ടുവന്നു ഇവിടെ. അപ്പൊ ഇത്രയും നീളം എവിടുന്ന്? നബിയുടെ മുടിയുടെ നീളമൊക്കെ ഹദീസിലുണ്ട്. തോള് വരെ ഉണ്ടായിരുന്നു മാക്സിമം. ചിലപ്പോ ചെവി വരെ, അതായത് വളർന്നാ തോള് വരെ. അതിനപ്പുറം നബിയുടെ മുടി ഇറങ്ങിയിട്ടില്ല. ചുമലുകൾ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഹദീസിലുണ്ട്, സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഈ രൂപത്തിൽ ഇത്രയും നീളമുള്ള മുടി നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അതിന് മറുപടി പറയണം, അതിങ്ങനെ വളരുന്നു, ഇപ്പോഴും വളരെയാണ്. കൊല്ലത്തിൽ 1.7, 2.8 എന്ന അളവിലാ വളരുന്നത്. കളവ് പറയുമ്പോ ഇങ്ങനെ കൃത്യം കണക്ക് പറയുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക? അത് ശരിയാണ്, കണക്കനുസരിച്ചാ പറഞ്ഞെന്നാ. പക്ഷേ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോ നമ്മളത് സ്വീകരിച്ചു. വെല്ലുവിളിച്ച് സ്വീകരിക്കാതിരുന്നാല് ആളുകൾ തെറ്റിദ്ധരിക്കൂലേ? അത് നമ്മളത് സ്വീകരിച്ചു. നമ്മൾ പറഞ്ഞു ആ പറഞ്ഞത് കളവാണ്. 1.7, 2.8 നീളുന്നു എന്ന് പറയുന്നത് കളവാണ്. കാര്യം എന്താ? ഈ 2.8 എന്ന തോതിൽ ഈ മുടി വളർന്നിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിലെ 1400 കൊല്ലം കൊണ്ട് ഏതാണ്ട് 39.8 മീറ്റർ നീളം വേണം അതിന്. ഈ മുടി 2.8 എന്ന തോതിൽ മുടി വളർന്നാൽ ഈ 1400 കൊല്ലം കഴിയുമ്പോ 40 മീറ്ററോളം വളർന്ന ഈ മുടി ഉണ്ടോ? ഈ മുടിക്ക് അത്ര നീളമുണ്ടോ? ഇല്ല. ഇത് 70 സെന്റിമീറ്റർ അത്ര നീളമുള്ളൂ. അപ്പൊ ഈ പറഞ്ഞത് കളവാണ്, നമ്മളെ തെളിയിച്ചു കൊടുത്തു. അപ്പോ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ മുടി ഇപ്പൊ വളരുന്നതാണ് പ്രശ്നം. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, മുടി വളരുന്നു എന്നാ പറഞ്ഞത്. മാത്രമല്ല ഒരുപാട് വിഡിത്തങ്ങൾ ഈ മുടിയുടെ പേരിലായി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. ഇന്നലെ മലപ്പുറത്ത് നിൽക്കുമ്പോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, കാന്തൂർ ഉസ്താദ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട് എന്നാണ്. ഏത് ഹോസ്പിറ്റലാന്ന്? എറണാകുളത്ത് സൺറൈസ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട് എന്നാണ്. അദ്ദേഹം മാത്രല്ല, കുറച്ച് ആളുകളുണ്ട്. എന്താണ്? മൂപ്പറ ചികിത്സക്ക് വന്നാണ്. എന്റെ മുടി ഏക്കിടില്ലേ? നാട്ടിലുള്ളവരുടെ മുഴുവനും അസുഖം മാറാൻ വേണ്ടി മുടി വെള്ളം, മുടി ജ്യൂസ്. പക്ഷേ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് ഹോസ്പിറ്റലിൽ ക്യൂതിക്കാണ്. കാര്യം എന്താ? മൂപ്പർക്ക് മുടി പറ്റൂല. കാര്യം മൂപ്പർക്ക് ഇതറിയാം, ഇത് മുടി തട്ടിപ്പാട്. ഈ വെള്ളം കുടിച്ച് വിടില്ല, ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ.
ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അപ്പോ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മാത്രല്ല ഇപ്പൊ പിന്നെ പറയണെന്ന് വെച്ചാല് ഈ മുടി പ്രസവിക്കണ മുടിയാണ്. കാര്യം ഒരു മുടിയല്ല, ഒരുപാട് മുടികളുണ്ട്. ആ മുടി എന്താക്കും? പ്രസവിക്കുന്ന. അദ്ദേഹം പറയുന്നു, എന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഷഹർ മുബാറക് അതാ ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച ഒരു അല്പം 1 or 2 ഷഹർ മുബാറക് പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3 ഉം 4 ഉമായത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3 ഉം 4 ഉമായത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 മുടി എടുത്തിട്ട് സൂക്ഷിച്ചു വെക്ക ഒരു ഡപ്പിയില്. പിന്നെ തുറക്കുമ്പോ ആ മുടി 3 ഉം 4 ഉം ആയിട്ടുണ്ട് വെച്ചാല് മറ്റേ മുടി ഈ മുടി പ്രസവിച്ചതർത്ഥോ. 2 മുടി എടുത്തിട്ട് അടച്ചു വെക്കുക. അപ്പോ 2 ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോ ഈ മുടി ഇങ്ങനെ. അങ്ങനെ ഇത്രയും കൂടുതൽ മുടി ഉണ്ടായത്. മാത്രല്ല ഈ മുടി ഡിസ്കോ മുടിയാണ്. ഡിസ്കോ മുടിയാണ്. പ്രസംഗിക്കാണ്, കേട്ടോളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മൗലിദ് ഓതാൻ തുടങ്ങിയാൽ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലാൻ തുടങ്ങിയാൽ കൂടി നിൽക്കുന്ന ഈ ഷഹർ മുബാറക് അത് പിരിഞ്ഞിളകുന്നതാണ്. അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടുമിരിക്കും, ജീവനുള്ള പോലെ. മൗലിദ് തുടങ്ങിയാൽ അദ്ദേഹം വെല്ലുവിളിക്കുന്നു, ഇത് കാണിച്ചു തരാമെന്ന് പറയുന്നു. സഹോദരന്മാരെ, തന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക് ഫാന് കൊണ്ടല്ല തിരിയുന്നത്. അതങ്ങ് മൗലിദ് ഓതാൻ തുടങ്ങിയാൽ അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടിരിക്കും. കൂടി നിൽക്കുന്ന മുടികൾ അടർന്നു നിൽക്കുന്നതാണ് മൗലിദും സലാത്തും ചൊല്ലിയാൽ. എത്ര അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആ ഷഹർ മുബാറക് പുറത്തേക്കെടുത്താൽ കാർമേഘം വന്നതിന് തണലിട്ട് കൊടുക്കും. അദ്ദേഹം പറയുന്നു, എത്ര സംഭവങ്ങൾ. ആരോട് ഇതൊക്കെ പറയാൻ? ആരോടും പറയണ്ട, ആരോടത് പറയണ്ട. കാര്യം പറഞ്ഞതിന് മാത്രം കുടുങ്ങിയിട്ടുണ്ട്. ഈ മുടി ഇവര് കൊണ്ടുവന്നിട്ട് പറഞ്ഞതിന് മാത്രം കുടുങ്ങി. എന്ത് കുടുങ്ങലാ കുടുങ്ങല്? അത് ഇവരെ നിലവാരം അറിയാനും അതുപോലെ തന്നെ ഇവരുടെ അവസ്ഥ അറിയാനും ഉപകരിക്കും. ഇവരുടെ അവസ്ഥ, ആ അവസ്ഥയിൽ എത്രത്തോളം അവരെത്തി, എത്രത്തോളം കുടുങ്ങിന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടോ, അതിനപ്പുറം ഇല്ല. അവിടെ ഞാൻ പറഞ്ഞിരുന്നു 34 മുടി കുസ്തുന്തീനിയയിൽ ഉണ്ട്. അവിടെയുള്ള മുടി 34 ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ 43 എന്ന് പറയേണ്ടത് ഞാൻ മുമ്പെപ്പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം ഇപ്പുറം. ആദ്യം 35 എന്ന് പറഞ്ഞു, പിന്നെ ഞാൻ 34 എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ 43. ഇദ്ദേഹം കുസ്തുന്തീനിയിലെ മുടി അന്വേഷിച്ചു പോയതാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ലിപ്പ്. അവസാനം കിതാബിലുള്ളത് 43. മൂപ്പര് വായിക്കണ എത്ര? മൂപ്പര് വായിക്കണത് 43 എന്നാ പറയുന്നത്. പക്ഷെ മൂപ്പര് വായിക്കണ 34 എന്നാ അറബിയില്. മാത്രല്ല കുസ്തുന്തീനിയ, ആ കുസ്തുന്തീനിയാണ് ലോകത്ത് ഏറ്റവും അധികം മുടിയുള്ളത് എന്ന് എവിടുന്നാ കിട്ടിയത്? തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ മുടിയുള്ളത്. എവിടുന്നാ കിട്ടിയത്? എന്റെ മൂപ്പരെ വായിക്കണം കുസ്തുന്തീനിയിലാണ് 43 മുടിയുള്ളത്. തുർക്കിന്നാണ് ഏറ്റവും കൂടുതൽ മുടിയുള്ളത്. നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഈ കുസ്തുന്തീനിയ തുർക്കിയിലാണെന്ന് പോലും ഈ സാധുവിന് അറിയില്ല. കിതാബുള്ളത് കുസ്തുന്തീനിയയിലാണ്. വേറെ പ്രസംഗിച്ച് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ മുടിയുന്ന. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത് തുർക്കിയിലാണെന്ന് എവിടുന്ന് കിട്ടിയിട്ട് മൂപ്പരെ വായിക്കണം എന്താ? കുസ്തുന്തീനിയിലാണ് ഏറ്റവും കൂടുതൽ മുടിയുന്നത്. ഈ ജാതി മോശമായിട്ട് അവസാനം തിരുത്തുന്ന രംഗണാക്കേണ്ടത്. അവസാനം എല്ലാ രംഗത്തും കുടുങ്ങിയിട്ട് സഖാഫികൾ തന്നെ ചോദിച്ചത് എന്താ? കേട്ടോളൂ.
അപ്പോ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഈ ഒരു അവസ്ഥയിലാണ് ഇവരുള്ളത് എന്നാ. അത് സക്കാഫി, ഇസ്മായിൽ സക്കാഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മർക്കസിൽ പഠിച്ച ഇസ്മായിൽ സക്കാഫി എന്ന് പറയുന്ന ആളാണ് ഇത് പറഞ്ഞത്. ഈ രൂപത്തിൽ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവരിറങ്ങിയപ്പോ ഇപ്പോഴോ എല്ലാവരും ഈ തോന്നിവാസത്തിനെതിരെ രംഗത്ത് വന്നു. കാര്യം ജനങ്ങൾക്കത് മനസ്സിലായി. ജനങ്ങൾക്ക് മനസ്സിലായാൽ അവർ പ്രതികരിക്കും അതിനെതിരെ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാ നിങ്ങൾ കണ്ടോളൂ. പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആൾക്കാർ ഒക്കെ ഇവരെ ആൾക്കാരപ്പോ പാണക്കാട് തങ്ങന്മാർ ഞങ്ങൾ ആൾക്കാരത് മാത്രല്ല, ഇപ്പൊ പാണക്കാടേ ഞങ്ങളെ ഷെയ്ഖുനാക്ക് നല്ല സൽക്കാരാ കിട്ടണത്. നോക്ക് പറയണത് നിങ്ങൾക്ക് തെറ്റ് പറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുരം ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്ന് കേട്ടോ. ആ വിവരറിയോ കാന്തപുരത്ത് നല്ല സൽക്കാരായി കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. പാണക്കാട് കല്യാണത്തിന് ഇതാണ് സൽക്കാരം. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും എല്ലാ മതവിഭാഗങ്ങളുടെ നേതാക്കളെയും എല്ലാ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും നേതാക്കളെയും ഒക്കെ ക്ഷണിച്ച കൂടുതൽ കാന്തപുരത്തിനും ക്ഷണിച്ചിട്ടുണ്ടാവും. മൂപ്പരുടെ ചെന്നിട്ടുണ്ടാവും, ചോറ് കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കൂടുതലായി ഇതാ സൽക്കാരം. പക്ഷേ BJP ഉൾപ്പെടെ RS എല്ലാ പാർട്ടി എല്ലാ സാംസ്കാരിക നായകന്മാരൊക്കെ ക്ഷണിച്ച കൂടുതൽ മൂപ്പനും ക്ഷണിച്ചിട്ടുണ്ട്. പോയി ഇതാണ് ഇപ്പൊ സൽക്കാരം എന്ന് കല്യാണത്തിന് വിളിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ പറയട്ടെ, ആ തങ്ങളെ പറ്റി നിങ്ങൾ കുപ്രചരണങ്ങൾ നടത്തുകയും നിങ്ങളുടെ ചെയ്തികൾ തങ്ങൾക്ക് ശരിക്കറിയാം, തങ്ങളടുത്ത് ചെന്നിട്ട് വീടിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ ചെന്നിട്ട് ഇപ്പുറത്ത് പള്ളിന്റെ കൂപ്പൺ സംഭാവന ഇപ്പുറത്ത് കൊടുത്തിട്ട് അപ്പുറത്ത് മൊബൈൽ മാറി നിന്ന് ഫോട്ടോ പിടിച്ചിട്ട് പത്രത്തിൽ കൊടുത്ത് തങ്ങളെ വഞ്ചിച്ച നിങ്ങൾക്ക് നല്ല സൽക്കാരല്ല, തങ്ങൾ പരമാവധി ചീത്തയും കിട്ടിയിട്ടുള്ളത്. ഈ വരെ ഫ്ലക്സും ഈ ബോർഡും ഒക്കെ ഉണ്ടല്ലോ, എന്റെ ഫോട്ടോ വെച്ചിട്ട് കൊടുക്കണേ, അങ്ങനെ ചവറ്റ് കൊട്ടിക്ക് മത്സരണം കാന്തപുരത്തിന്റെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലാരും തന്നെ ഒരിക്കലും വഞ്ചിതരാവരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനുള്ളത്. കിട്ടുകഥകളും അതേപോലെ തന്നെ ഇല്ലാത്ത കഥകളുമായി കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസ് ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും മറ്റ് പ്രസ്താവനകളോ പ്രസിദ്ധീകരണമോ ഇറക്കുമെങ്കിൽ അതെല്ലാം തന്നെ ശരിക്കും ശരിയായ ഒന്നല്ല, മറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തന്നെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതുണ്ട്. നിങ്ങൾ ആ ഫ്ലക്സും ബോർഡൊക്കെ ചവറ്റുകൊട്ടിക്ക് വലിച്ചെറിഞ്ഞെളിയുന്നു. ഇതാണ് നല്ല സൽക്കാരം. കല്യാണത്തിന് ഒന്നിനെ പിറ്റേന്ന് മലപ്പുറത്ത് പ്രസംഗിച്ചത് സൽക്കാരം കഴിഞ്ഞിട്ടേ രംഗത്ത് വരുന്ന തങ്ങന്മാര് തന്നെയാണ്. കാരണം എന്താ, ഇത്രയും മോശമായിട്ട് സമൂഹത്തെ വഞ്ചിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ എടുത്തെറിയപ്പെട്ടു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പോലും പച്ച നുണ, പച്ചക്കളവ്, അത് പറയാൻ ഒരു മടിയില്ല. അത് മടിയില്ലാതെ രംഗത്ത് വന്ന് കണ്ടമാനം ഇടാനുണ്ട്. ഇട്ടതിനേക്കാൾ കൂടുതൽ ഇടാനുള്ളതാണുള്ളത്. നിങ്ങൾക്ക് കിട്ടും 14 മണിക്കൂറുകളോളം ഈ മുടി വിഷയം മാത്രം പ്രസംഗിച്ച സീഡികൾ നിങ്ങൾക്ക് കിട്ടും. അത്രമാത്രം ഈ വിഷയത്തിലുണ്ട്. എത്രത്തോളം അള്ളാഹുവിനെ നിന്ദിക്കുക, അള്ളാഹിനെ നിന്ദിക്കുന്ന വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒന്നും ചെയ്യൂല കാന്തോരും അറിയാതെ, അള്ളാഹു ഒന്നും ചെയ്യില്ല കാന്തോരും അറിയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന വാചകങ്ങൾ അല്ലേ. കുണ്ടൂർ ഉസ്താദ് ഒക്കെ ക്ലിപ്പുകൾ നിങ്ങൾക്ക് ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകരെ സമീപിച്ചാൽ ക്ലിപ്പിലടങ്ങുന്ന സീഡികൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. സ്വസ്ഥമായിരുന്നു കാണുക. എന്താ കുണ്ടൂർ ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി പോകായിരുന്നു. ഒരു പ്രാവശ്യം കുണ്ടൂർ ഉസ്താദ് എന്നിട്ട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ വരൂല, തിരക്കാണ്, ഇവിടെ തിരക്കായതുകൊണ്ട് വരൂല. അങ്ങനെ അദ്ദേഹം എന്നെടുത്തു, പിന്നെ വന്നു, അടുത്ത വർഷം വന്നു, നബിയുടെ ഖബറടിക്കലേക്ക് പോയില്ല. നബിയുടെ ഖബറടിക്കലേക്ക് പോകാതെ കുണ്ടൂർ ഉസ്താദ് മാറി നിൽക്കുമ്പോ അതാ ഒരാൾ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് വിളിക്കുകയാണ്. ആരെ വിളിക്കുന്നത്? ആരെ വിളിക്കുന്നത്? കുണ്ടൂരിനെ വിളിക്കുകയാണ്. ആരാ വിളിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്. താൽ യാ കുണ്ടൂർ, കുണ്ടൂരെ വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ കുണ്ടൂർ ഉസ്താദ് പറയാണെന്ത്? ഇല്ല, ഞാൻ വരണില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ അവിടെ ഭയങ്കര തിരക്കാണ്, ഇനി ഞാൻ വരില്ല. അപ്പൊ റസൂലുള്ള പറഞ്ഞത്രേ, എന്ത്? കുണ്ടൂരെ വരൂ, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, എന്റെ അടുക്കൽ വന്നില്ലെങ്കിൽ വരണ്ട, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് വന്ന് കണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്ന് കുണ്ടൂരോട് പറഞ്ഞു. അപ്പൊ കുണ്ടൂർ ചിന്തിക്കണെന്ത്? നബിയാണ് ഏറ്റവും വലിയ ആള്, വേറെ ആരാ അവിടെ ഇരിക്കണെന്ന് പറഞ്ഞത്? നബിയാണല്ലോ വിളിക്കാൻ വന്നതും. ആരാണ് ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കുണ്ടൂർ ഉസ്താദ് അവിടെ ചെന്ന് നോക്കുമ്പോ ഹുനാക ശൈഖ് അബൂബക്കർ, അവിടെ അബൂബക്കർ വലിയ അവിടെ ഇരിക്കുകയാണ്, പ്രസംഗിക്കുകയാണ്. മാന്റെ സഹോദരങ്ങളെ, പകരയിലുള്ളൊരു മുസ്ലിയാര് ഇൻഷാ അല്ലാഹ് ഈ അടുത്തയാഴ്ച അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ പ്രസംഗമുണ്ട്. പകരയുടെ സ്വപ്നവും പേരോടിന്റെ ദുഃഖവും എന്നാണ് എന്റെ പേര് തന്നെ. കാരണം ഇപ്പോഴത്തെ അവസ്ഥ മൂപ്പര് ഉറങ്ങാൻ ആരും സമ്മതിക്കണില്ല.
ഈ പകര ഉസ്താദിനെ ഉറങ്ങാൻ ആരും അനുവദിക്കണില്ല. അതാര് കുന്തവും കുറുവടിയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ആയിട്ട് ഇരിക്കാണ്. ഇയാൾ ഉറങ്ങിയാൽ അപ്പോ വെള്ളം തെറിച്ചുടത്തും. കാരണം ഇയാൾ ഉറങ്ങിയ സ്വപ്നം കാണുക. കണ്ടാൽ ഈ ജാതി സ്വപ്നങ്ങൾ ഒരിക്കലും ഇസ്ലാമിക സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള സ്വപ്നങ്ങൾ, അള്ളാഹുവിനെ തോൽപ്പിക്കുന്ന സ്വപ്നങ്ങൾ, നബിയെ തോൽപ്പിക്കുന്ന സ്വപ്നങ്ങൾ, ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ പേരിലും റസൂലുള്ളാഹിന്റെ പേരിലും നുണ പറഞ്ഞു ശീലിച്ചവർ മുജാഹിദുകൾക്കെതിരെ നുണ പറഞ്ഞു നടന്നാൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. എന്തൊക്കെ ക്ലിപ്പുകളാണ് നിങ്ങൾക്കറിയാം. ക്ലിപ്പുകളിൽ നടത്തുന്ന തിരിമറികൾ മാത്രമുള്ള സീഡികൾ നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും. ക്ലിപ്പുകളിൽ നടത്തുന്ന തിരിമറികൾ മുജാഹിദ് ബാലുശ്ശേരി കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ പറഞ്ഞു. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ പറഞ്ഞു. അതിന്റെ ആ പറഞ്ഞതിന്റെ സാഹചര്യം പോലും വെട്ടിമുറിച്ച് മാറ്റിയിട്ട് കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നടപ്പാക്കേണ്ട ആൾ മുജാഹിദ് ബാലുശ്ശേരിയാണല്ലോ. അദ്ദേഹം ചെയ്യുമോ? അത് ചെയ്തിട്ടുണ്ടോ? ഇത് അതാണോ പറഞ്ഞത്? തെറ്റിദ്ധരിപ്പിക്കുക. സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന ചെറുപ്പുകളെ കുട്ടികളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ പറഞ്ഞു. എന്നിട്ട് കണ്ടില്ലേ മൽത്താക്കര പറഞ്ഞിട്ടുണ്ടോ, ഉമാഭാരതി പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എത്ര കൊല്ലായി മാന്യസോദന ഇത് കിട്ടടക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ മറുപടിക്കുള്ള മറുപടികളും വിശദീകരണങ്ങളും എത്ര സീഡികൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ കുട്ടികൾ വരെ അതിന് മറുപടി പറഞ്ഞ് നടന്ന് വിശദീകരിച്ച് തന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു ജംഗ്ഷനിൽ ഇടുക, എന്നിട്ട് അത് അടുത്ത ജംഗ്ഷനിൽ കൊണ്ടുപോയി പിന്നെ ഇടുക, വീണ്ടും അടുത്ത ജംഗ്ഷനിൽ കൊണ്ടുവിടുക, അവിടുന്ന് മറുപടി അടുത്ത ജംഗ്ഷനിൽ കൊണ്ടുവിടുക. ഇങ്ങനെ ഓരോ ജംഗ്ഷനിലും ഇത് കണ്ടിട്ടാണ് ഖുറാഫി വിളയാട്ടം ക്ലിപ്പുകളിലൂടെ എന്ന് പറഞ്ഞിട്ട് CD തന്നെ നമ്മൾ ഇറക്കിയത്. ഖുറാഫി വിളയാട്ടം ക്ലിപ്പുകളിലൂടെ എന്ന് പറയുന്ന അതെന്ന് വെച്ചാല് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് വിശദീകരിച്ച് അതിങ്ങനെ ക്ലിപ്പ് കാണിച്ചാൽ തന്നെ മതി ജനങ്ങൾക്ക് മനസ്സിലാകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാക്കാന്ന് വിളിച്ചു, മൂസാക്കാന്ന് മൂസാ നബിയെ വിളിച്ചു, അതാ വേറൊരു ക്ലിപ്പ്. അതുപോലെ നബിയുടെ പേര് സെലാത്തിൽ നിന്ന് പരിഹസിച്ചു, ഇതാണ് വേറൊരു ക്ലിപ്പ്. ഇങ്ങനെ എത്രയോ ക്ലിപ്പുകൾ അതിന്റെ സാഹചര്യത്തിൽ നിന്നും സന്ദർഭത്തിൽ നിന്നും അടുത്തു മാറ്റി. പിന്നെ നൂഹ് നബി ലൂത്ത് നബി ആയി പോകുന്ന ഒരു ക്ലിപ്പുണ്ട്. അത് അവസാനം ആ പ്രസംഗിച്ച ആള് തെറ്റുപറ്റിയ ആള് നാളെ ഇത് ക്ലിപ്പിംഗ് ആക്കേണ്ട ഞാൻ തിരുത്താണെന്ന് പറഞ്ഞത് അതൊഴിവാക്കിയിട്ട് അത് ക്ലിപ്പിംഗ് ആക്കി. അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പിംഗ് എന്ത് അടിപ്പാവാട, ഈ സമൂഹത്തിൽ അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിന്റെ ചോട്ടിൽ തന്നെ പറഞ്ഞ അടുത്ത വാചകം എന്താ? അതിന്റെ അർത്ഥം പെണ്ണുങ്ങൾക്ക് പാവാട ഉടുപ്പിക്കാൻ നടന്നതല്ല എന്ന് അതിന്റെ ചോട്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് മുറിച്ചിട്ട് കണ്ടു ഇവർ അടിപ്പാവാട ഉടുപ്പിക്കാൻ നടന്നതാണ് എന്നാ. ഇങ്ങനെ ഞാൻ നേരത്തെ പറയാം, ഡബിൾ മുണ്ട് ഉടുക്കരുത് എന്ന് പറഞ്ഞ പോലെ ഇവര് പണ്ട് സ്ത്രീകളോട് പറഞ്ഞതാണ് അടിപ്പാവാട മുസ്ലിം സ്ത്രീകളെ ധരിക്കൂ, മുസ്ലിം സ്ത്രീകൾ ധരിക്കാൻ പാടില്ല, അവർക്ക് മുണ്ടും മറ്റേ കുപ്പായം ഉണ്ടല്ലോ, മാപ്പിള കുപ്പായം, ആ ഉമ്മമാരുടെ കുപ്പായം, ആ കുപ്പായം മാത്രമേ പാടുന്നു. അത് മുസ്ലിം സമുദായത്തെ ഇവരെ പഠിപ്പിച്ചു. അടിപ്പാവാട ധരിക്കൽ അത് അമുസ്ലിം സ്ത്രീകളുടെ ശൈലിയാണെന്ന് പറഞ്ഞപ്പോ അല്ല, സ്ത്രീകൾക്ക് അത് ധരിക്കാം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതും അത് പാവാട ഉടുപ്പിച്ചു കൊടുത്തു എന്ന അർത്ഥത്തിലല്ല, നാളെ അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞ് മുറിച്ചിടും. ഈ രൂപത്തിൽ ക്ലിപ്പിംഗ് ഇട്ടിട്ട് എന്താ കിട്ടുക? നേരത്തെ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ വളരുക. ഇത് കേട്ടിട്ട് മുജാഹിദ് പ്രസ്ഥാനം വളരുക. ഇത് ജനങ്ങൾ പഠിക്കുമല്ലോ, മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് കൃത്യമായി ഇതിനെ പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിലും ഉപരി ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ബാക്കി ഏത് കാര്യങ്ങൾ മാറ്റി വെച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യം മുജാഹിദ് പ്രസ്ഥാനം പറയുന്നുണ്ട്. ഒന്ന് തൗഹീദാണ്, രണ്ട് സുന്നത്താണ്, ബാക്കി അതൊക്കെ ദുനിയാവിന്റെ കാര്യം. ദുനിയാവിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, വിദ്യാഭ്യാസം, മറ്റുള്ള മേഖലയ്ക്ക് ദുനിയാവ്, അവിടെ ഒരൽപ്പം കുറഞ്ഞാലും നമ്മുടെ തൗഹീദ് അത് പോകാൻ പാടില്ല. ഞാൻ നേരത്തെ വായിച്ചു കേൾപ്പിച്ചില്ലേ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന് പറഞ്ഞപ്പോൾ അത് ഇബ്ലീസിന്റെ വാദമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന് പറയാൻ മടികാണിക്കുന്ന ആളുകളാണ്. ഒരിക്കലും ഒരു മുസ്ലിം അങ്ങനെ ആയിക്കൂടാ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ തൗഹീദ് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന തീരുമാനമാണ്. അവിടെയാണ് ശക്തമായ പോരാട്ടം, അതിനുവേണ്ടിയാണ് ശക്തമായ വാദം. അതിൽ യാതൊരുവിധ പിഴവും സംഭവിക്കാതെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം, ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും എനിക്ക് തൗഹീദ് ഉണ്ടാകും. തൗഹീദിൽ ഞാനൊരു മാറ്റവും വരുത്തുകയില്ല. എന്റെ ജീവിതത്തിന്റെ ഏത് പ്രശ്നമാണെങ്കിലും ഞാൻ തവക്കുലാക്കുന്നതും ഞാൻ അഭയം പ്രാപിക്കും, ഞാൻ എന്റെ മനസ്സിലടക്കുന്നതും അള്ളാഹുവിലായിരിക്കുമെന്ന ബോധം ഉണ്ടാകണം. ഖുർആൻ അങ്ങനെ ആകണം നമ്മളോട് പറഞ്ഞത്. ജീവിതത്തിന്റെ പ്രയാസമുണ്ടായാലും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന മനസ്സുണ്ടാകണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, വലനലുന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ
വലനബലുവന്നക്കും, മനുഷ്യരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിശൈഇൻ ചില കാര്യങ്ങളെ കൊണ്ട്, മിനൽ ഖൗഫി ഭയം തന്നുകൊണ്ടും, അതുപോലെ തന്നെ വൽ ജൂഇ വിശപ്പ് തന്നുകൊണ്ടും, വനഖുസിം മിനൽ അംവാലി സമ്പത്ത് കുറച്ചു കളഞ്ഞുകൊണ്ടും, അഥവാ നിങ്ങൾക്ക് നഷ്ടങ്ങൾ നൽകിക്കൊണ്ടും, അതുപോലെ വനഖുസിം മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് നിങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടവരെ മരിപ്പിച്ചുകൊണ്ടും, അപ്രകാരം നിങ്ങൾക്ക് ഭക്ഷ്യക്ഷാമം നൽകിക്കൊണ്ടുമൊക്കെ ഒന്നിനു പുറകെ ഒന്നായ പരീക്ഷണങ്ങൾ നിങ്ങളെ ബാധിക്കുമ്പോൾ ക്ഷമിക്കുക നിങ്ങൾ, സഹിക്കുക നിങ്ങൾ. ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണേ, അവർക്കാണ് സ്വർഗമുള്ളത്. ആരാണ് ക്ഷമിക്കുന്നവർ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവരുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള മുസീബത്തുകൾ അവരെ ബാധിച്ചാലും, ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ അവരെ ബാധിച്ചാലും, ഖാലൂ അവർ നൽകുന്ന മറുപടി, അവരുടെ പ്രതികരണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് മടങ്ങാനുള്ളവനാണ്. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹുവിനെ കൊണ്ടുള്ള തികഞ്ഞ പ്രതീക്ഷ, അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചതെന്നും അവനിലേക്കാണ് നമ്മുടെ മടക്കമെന്നുമുള്ള ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലായിരുന്നാലും ആ റബ്ബിനോട് മാത്രം ദുആ ചെയ്യണം, ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണം. എത്ര വലിയ പാപി, നമ്മളോട് പലരും പറയും അത് നമ്മൾ പാപികളാണ്, ദോഷികളാണ്, നമ്മൾ പാപികളാണ്, ദോഷികളാണ്. നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് അടുത്ത ആരെങ്കിലും പിടിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിച്ചിട്ട് നമ്മളുടെ കാര്യങ്ങൾ അവരല്ലാഹുവിനോട് പറയുന്ന അവസ്ഥ ഉണ്ടാക്കണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരിക്കലും അത് ശരിയല്ല, ഒരിക്കലും അത് ശരിയല്ല. ജീവിച്ചിരിക്കുന്ന ഒരാളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാം. മരിച്ചുപോയ മൺമറഞ്ഞു പോയ ആളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളോ അവരെ വിളിച്ചുകൊണ്ട് എനിക്ക് പുറത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടില്ല. ഏതൊരു പാപിയാണെങ്കിലും ഏത് ദോഷിയാണെങ്കിലും റബ്ബിനോട് പ്രാർത്ഥിക്കാനാണല്ലോ പറഞ്ഞത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് ഇസ്റാഫ് ചെയ്തു പോയ, അതിക്രമം കാണിച്ചു പോയ ആളുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത്. നിങ്ങൾ പാപങ്ങൾ ചെയ്തവരാണ് ശരി, കുറ്റങ്ങൾ വന്നു പോയവരാണ് ശരി, പക്ഷേ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകണ്ട. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, നിങ്ങളുടെ പാപങ്ങളെങ്കിലും അല്ലാഹു പുറത്തു തരുന്നതാണ്, റബ്ബ് പുറത്തരുന്നതാണ്. അതുകൊണ്ട് മനസ്സുറപ്പിച്ചോ, നമുക്ക് തട്ടാനൊരു വാതിലേയുള്ളൂ, എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാനൊരു വാതിലേയുള്ളൂ, അത് റബ്ബിന്റെ വാതിലാണ്, റബ്ബിന്റെ വാതിലാണ്, അല്ലാഹുവിന്റെ വാതിലാണ്. ആ വാതിൽ മുട്ടിക്കോ, ഏതവസ്ഥയിലും ആ വാതിലാണ് നമുക്ക് തട്ടാനുള്ളത്. ഒരു മടിയും ആ വിഷയത്തിൽ മാന്യ സഹോദരങ്ങളെ പാടില്ല. നേരെ മറിച്ച് ജീവിതത്തിൽ എന്താവശ്യമുണ്ടായാലും ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ മുന്നിൽ റബ്ബിന്റെ വാതിൽ മുട്ടണം, മടിക്കണ്ട. തുറക്കുന്നതാണത് സോദരാ, വിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. ജീവിതത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് മുട്ടാനൊരു വാതിലുണ്ട്, അത് റബ്ബിന്റെ വാതിലാണ്, അല്ലാഹുവിന്റെ വാതിലാണ്. ഞാൻ ആ വാതിൽ മുട്ടിയാൽ അത് തുറക്കുമോ? യാതൊരുവിധ നിരാശയും വേണ്ടതില്ല. തുറക്കുന്നതാണത് സോദരാ, വിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. റബ്ബ് നമുക്ക് നൽകിയ വാഗ്ദാനമാണത് എന്ന് ഖുർആൻ പറയുമ്പോൾ ജീവിതത്തിൽ ആ റബ്ബ് തന്ന നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ റബ്ബിനോട് മാത്രം തേടുന്ന, ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മനസ്സുണ്ടാകണം, ആ പ്രാർത്ഥന ഉണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബിനോട് ചോദിക്കുമ്പോൾ എങ്ങനെയാ ചോദിക്കേണ്ടത്? ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. റബ്ബേ, നിന്റെ കവാടം അടഞ്ഞു പോയാൽ എന്നെ സഹായിക്കാൻ ഒരാളുമില്ല റബ്ബേ. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോടാണ് റബ്ബേ എന്ന നിലയിൽ അല്ലാഹുവിനോട് ചോദിക്കണം, റബ്ബിനോട് മാത്രം ചോദിക്കണം, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. ഒരിക്കലും അത് ഇബ്ലീസിന്റെ വാദമല്ല, നേരെ മറിച്ച് അമ്പിയാക്കൾ പഠിപ്പിച്ച വാദമാണ്, ഔലിയാക്കൾ പഠിപ്പിച്ച വാദമാണ്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന ഇബാദത്ത്
ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. അത് മാത്രമല്ല ഇബാദത്തിനത് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. ഹബീബേ, പ്രാർത്ഥന ഇബാദത്താണ്, ആരാധനയാണ്. പ്രാർത്ഥന ഇബാദത്താണ്, ആരാധനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹയല്ലാതെ ആരാധ്യനില്ല എന്നാണ്. അങ്ങനെ ഒരു മുസ്ലിം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവനാണെന്നത് കൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമാകണം, റബ്ബിനോട് മാത്രമാകണം. ഒരിക്കലും അല്ലാഹയല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഔലിയാക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, കല്ലിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മരത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല. റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മനസ്സുണ്ടാകണം. അങ്ങനെ ഒരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ തൗഹീദുള്ള മനസ്സിലേക്ക് ശിർക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെ പരിപൂർണമായും അവൻ വർജിക്കണം, അവൻ പരിപൂർണമായും ഉപേക്ഷിക്കണം. അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു മുസ്ലിമിന് ഖുത്ബിയ്യത്ത് പറ്റുകയില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു മുസ്ലിമിന് മുഹീദ്ദീൻ മാല പറ്റുകയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു മുസ്ലിമിന് മങ്കൂസ് മൗലിദ് പറ്റുകയില്ല. എന്തുകൊണ്ട്? ഖുത്ബിയ്യത്ത് ഓതുമ്പോൾ പറയുന്നത് വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി ശർമൽ ലിഅഫ്വതിഹി അജബതുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വമയ്യുനാദിസ്മി, ആരെങ്കിലും എന്റെ പേര് വിളിച്ചാൽ, അൽഫൻ 1000 വട്ടം വിളിച്ചാൽ എങ്ങനെ വിളിക്കണം? അതേ ഖൽവത്തിലിരുന്ന് ഒറ്റക്കിരുന്ന് വിളിക്കണം. ഒറ്റക്കിരുന്നു കൊണ്ട് നല്ല മനസാന്നിധ്യത്തോടെ, നല്ല പരിശുദ്ധമായ ഹൃദയത്തോടെ എന്നെ 1000 വട്ടം വിളിച്ചാൽ അവൻ 1000 വട്ടം എന്നോട് എന്നെ വിളിച്ചുകൊണ്ട് എന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് എന്നോട് ആവശ്യങ്ങൾ പറഞ്ഞാൽ അവന്റെ ആ തേട്ടത്തിന്, അവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്, അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് ഫല്യദഉ യാ അബ്ദൽ ഖാദിർ യാ മുഹീദ്ദീൻ എന്ന് വിളിക്കട്ടെ. ഇത് കേട്ട ഉടൻ തന്നെ അത് പറഞ്ഞിട്ടുടൻ തന്നെ പറയുന്നത് വെറുതെ വിളിച്ചാ പോരാ, 12 റക്അത്ത് നമസ്കരിക്കണം. ആ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതണം, ഇഖ്ലാസ് ഓതണം. ഈ വരി പൂർത്തിയായി കഴിഞ്ഞാൽ ഖുത്ബിയ്യത്ത് ചെല്ലുന്ന മുസ്ലിമീങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ഖിബലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നു, ഫാത്തിഹ സൂറത്ത് ഓതുന്നു. അതിലവൻ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് അതേ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗഹീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് 12 റക്അത്ത് നമസ്കരിച്ചിട്ട് അതേ നമസ്കാരം പൂർത്തിയാക്കി എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിളിക്കുകയാണ് യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എത്ര വട്ടം? 1000 വട്ടം വിളിച്ച് ആവശ്യങ്ങൾ പറഞ്ഞാൽ നിറവേറുമെന്നാണ്. മാന്യ സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട തേട്ടങ്ങൾ സൃഷ്ടികളിലേക്ക് തിരിച്ചുവിടുമ്പോൾ അവിടെ വരുന്ന അപകടം, അവിടെ വരുന്ന ശിർക്ക്, അവിടെ വരുന്ന കുഫ്ർ മനസ്സിലാകാതെ പോവുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരിക്കലും അത് യോജിച്ചതല്ല. അത് പറയുന്ന ഒരു മുഅ്മിനിന് അത് യോജിച്ചതല്ല. എന്തുകൊണ്ടെന്നറിയോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അതേ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് റബ്ബിനോട് ഏറ്റു പറയുന്ന ഒരു മുസ്ലിം അത് പറയുമ്പോൾ അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഖ്റുദ്ദീൻ റാസി തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന മനുഷ്യൻ അത് പറയുമ്പോൾ അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കണമെന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ തൗഹീദ് പറഞ്ഞുകൊണ്ട് ഏകനായി കടന്നു വന്ന അതേ തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഉപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, എന്തിനെയാ നിങ്ങൾ ആരാധിക്കുന്നത്? കാണാത്ത കേൾക്കാത്ത ഉപകാരോപദ്രവങ്ങൾ ചെയ്യാത്തവയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഉപ്പയോട് തൗഹീദ് പറഞ്ഞപ്പോൾ ഉപ്പ പറയുകയാണ്, മോനെ ലഅർജുമന്നക, നിന്നെ ഞാൻ കല്ലെടുത്തെറിയും, അതുകൊണ്ട് ഒന്നുകിൽ ഈ പണി അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എന്റെ വീട് വിട്ടിറങ്ങണമെന്ന് പറയുമ്പോ ബാപ്പ തന്റെ വീട്ടിൽ നാട്ടിൽ പുറത്താക്കുമ്പോ
തൗഹീദ് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ മകൻ ഇറങ്ങിപ്പോയി. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. എന്റെ ഉപ്പ എന്നെ പുറത്താക്കിയാലും മഹൽ എന്നെ വിലക്കിയാലും ഞാൻ ഇറങ്ങുകയാണ്, റബ്ബിന്റെ മാർഗത്തിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. അവനെനിക്ക് വഴികാട്ടി തരും. എനിക്ക് നിരാശയില്ല. എന്റെ അന്നം മുട്ടിപ്പോകുമോ എന്ന ഭയം എനിക്കില്ല. കാരണം അവനാണ് എനിക്ക് അന്നം നൽകുന്നത്, അവനാണ് എനിക്ക് വെള്ളം നൽകുന്നത്. ഞാൻ രോഗിയായാൽ ആരെന്നെ ചികിത്സിക്കുമെന്ന ആശങ്ക എനിക്കില്ല. കാരണം വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശമനം നൽകുന്നത്. എന്റെ മരണാനന്തരം ആരെന്നെ ഏറ്റെടുക്കണമെന്ന് ഞാൻ കൊതിക്കുന്നുവോ ആ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോകുന്നുവെന്ന് പ്രഖ്യാപിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി സൂര്യാരാധകരെ കണ്ട് അവരോട് തൗഹീദ് പറഞ്ഞ്, ചന്ദ്രനെ ആരാധിക്കുന്നവരെ കണ്ട് അവരോട് തൗഹീദ് പറഞ്ഞ്, നക്ഷത്രത്തെ ആരാധിക്കുന്നവരെ കണ്ട് അവരോട് തൗഹീദ് പറഞ്ഞ്, അതെ നിങ്ങൾ സ്വീകരിച്ച നിലപാട് എന്റെ നിലപാടല്ല, ഞാൻ ഇതിനോട് യോജിക്കുകയില്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. ആകാശത്തെ സൃഷ്ടിച്ചതാരോ, ഭൂമിയെ സൃഷ്ടിച്ചതാരോ, ആകാശഭൂമികളെ സംവിധാനിച്ചവനാരോ ആ റബ്ബിലേക്ക് മാത്രമേ ഞാൻ എന്റെ മുഖത്തെ തിരിക്കൂ, അങ്ങോട്ട് മാത്രമേ ഞാൻ തിരിഞ്ഞു നിൽക്കൂ എന്ന് പ്രഖ്യാപിച്ചിട്ട് വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല, ഞാൻ ശിർക്ക് ചെയ്യുകയില്ല, ആ ഏകനായ റബ്ബിൽ യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കാരണത്താൽ, തൗഹീദിന്റെ വാഹകനായി ഉറച്ചു നിന്ന കാരണത്താൽ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കരിച്ചു കളയുവാൻ വേണ്ടി, കത്തിച്ചു കളയുവാൻ വേണ്ടി ആകാശം മുട്ട ആളിക്കത്തുന്ന തീക്കുണ്ടാരം നമ്രൂദിന്റെ ആളുകൾ ഒരുക്കിയ ഘട്ടത്തിൽ ആകാശം മുട്ട ആളിക്കത്തുന്ന തീക്കുണ്ടാരം ഒരുക്കി ഇബ്രാഹിം നബിയെ സൽക്കരിക്കാനൊരുങ്ങിയ സമുദായം ഇബ്രാഹിം നബിയെ കെട്ടി ബന്ധനസ്ഥനാക്കിയിട്ട് ആ കത്തിക്കാളുന്ന തീക്കുണ്ടാരത്തിന്റെ മുന്നിലേക്ക് വലിച്ചെറിയുവാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയ സമയം ആളിപ്പടരുകയാണ് തീ, ആകാശം മുട്ട ഉയർന്നു നിൽക്കുകയാണ് തീ. ആ തീയുടെ മുന്നിൽ ബന്ധനസ്ഥനാക്കപ്പെട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവന്ന് നിർത്തിയ ഘട്ടത്തിൽ അതാ ഇബ്രാഹിം നബി കേൾക്കുകയാണ് ചിറകിട്ടടിക്കുന്ന ശബ്ദം, ഒരു ചിറകടി ശബ്ദം കേൾക്കുന്നു. ആരാണ് ചിറകിട്ടടിക്കുന്നത്? നാമൂസുൽ അമീർ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, ഇബ്രാഹിം വല്ല സഹായവും വേണോ നിനക്ക്? വല്ല സഹായവും ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? താങ്കളൊന്ന് പറയുകയാണെങ്കിൽ, താങ്കൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹു എനിക്ക് നൽകിയ 600-ലധികം ചിറകുകളിൽ ഒരു ചിറക് കൊണ്ട് ഞാനൊന്നാ ഞെടിച്ചാൽ ഈ തീക്കുണ്ടാരം കെട്ടുപോകും. കെടുത്തി തരണോ? ഇനി അതല്ല, താങ്കളുടെ സഹോദരനായ ലൂത്തിന്റെ ജനതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു മറിച്ചതുപോലെ താങ്കളെ ഈ വലിച്ചെറിയുവാൻ വേണ്ടി, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുവാൻ വേണ്ടി കൊണ്ടുവന്ന ഈ ജനതയെ ഞാൻ എടുത്തു മറിച്ചു തരണോ? എന്താണ് താങ്കൾക്ക് വേണ്ടത്? എന്ത് സഹായമാണ് വേണ്ടത് എന്ന് നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന ബോധം തനിക്കുണ്ടായിട്ടും, ആ തീക്കുണ്ടാരത്തിൽ ഞാൻ വീണുപോയാൽ എന്റെ പച്ചമാംസം കരിഞ്ഞു പോകുമെന്ന ബോധമുണ്ടായിട്ടും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞൊരു വാചകമുണ്ട്, ജിബ്രീലിനോട് പറഞ്ഞ വാചകം, ഫഅമ്മാ ഇലൈക ഫലാ ഫഅമ്മാ ഇലൈക ഫലാ ഫഅമ്മാ ഇലൈക ഫലാ ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്. ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട. ഞാൻ ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണോ ശബ്ദിക്കുന്നത്, എന്റെ അവസാന ശ്വാസം ഞാൻ ആർക്ക് വേണ്ടിയാണോ ഞാൻ സമർപ്പിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണോ എന്റെ നാവ് ചലിപ്പിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണോ നഗ്നപാതനായി സഞ്ചരിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണോ എന്റെ ജീവിതം സമർപ്പിച്ചിട്ടുള്ളത്, ഞാൻ ആർക്ക് വേണ്ടിയാണോ മരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, ആ അള്ളാഹുവിന്റെ സഹായം മാത്രം മതി എനിക്ക്, ആ റബ്ബിന്റെ സഹായം മാത്രം മതി എനിക്ക്. ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്, നിന്നെ വേണ്ട എനിക്ക്, നിന്റെ സഹായം വേണ്ട എനിക്കെന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിന്ന് ആ വാചകം വിളിച്ചു പറയുമ്പോൾ, ഹസ്ബിയല്ലാഹ് എന്ന് പറയുമ്പോൾ, എനിക്ക് അല്ലാഹ് മതി എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം
അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? ആ മാനസികാവസ്ഥയായിരിക്കണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പറയുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് മനസ്സിൽ ഉറപ്പിക്കാൻ മുസ്ലിമേ നിനക്ക് കഴിഞ്ഞോ? അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അല്ലാഹുവേ നിന്റെ സഹായം മാത്രം മതി, എനിക്ക് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹുവേ നീ മാത്രം മതി എന്ന് പറയാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് പറയാനുള്ള ഭാഗ്യം നിനക്ക് ലഭിച്ചോ? അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിക്കാനുള്ള മനസ്സ് നിനക്ക് ലഭിച്ചോ എന്നാണ് ഈ ഘട്ടത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന സമസ്തക്കാരും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെ മതമുള്ളവരും മതമില്ലാത്തവരും ഒരുപോലെ ചിന്തിക്കേണ്ടത് വളരെ വ്യക്തമാണ്. ഈ ഒരു ആദർശം അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അടിസ്ഥാനപരമായി പറയാനുള്ളത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം, ബാക്കി നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. തൗഹീദും സുന്നത്തും അതില്ല എങ്കിൽ പരലോകത്ത് നമുക്ക് വിജയമില്ല. തൗഹീദും സുന്നത്തും അതിൽ യാതൊരുവിധ വീഴ്ചയും ഇല്ലാതെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ അത് പഠിച്ചറിഞ്ഞ് ഉൾക്കൊണ്ടേ പറ്റൂ. അതൊരു വാശിയാണ്. അത് മുജാഹിദിൽ പറയും. നിങ്ങൾ എത്ര ആരോപണം പറഞ്ഞാലും ഇത് പറയാതിരിക്കില്ല. ഇത് പറയുന്നത് ഒരാളോടും ദേഷ്യമുള്ളത് കൊണ്ടല്ല. ഒരാളോട് ഞങ്ങൾക്ക് ദേഷ്യമില്ല. ദേഷ്യപ്പെടാൻ നിങ്ങൾ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മനസ്സുണ്ടായിരുന്നു. നബിയുടെ മാനസികാവസ്ഥ ഖുർആൻ പറഞ്ഞെന്ന് അറിയോ? ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫാ. മുഹമ്മദ് നബിയെ, താങ്കളെ തന്നെ താങ്കൾ നശിപ്പിക്കുകയാണോ? താങ്കളെ തന്നെ താങ്കൾ നശിപ്പിക്കുകയാണോ? ഈ സമുദായം, ആ സമുദായം വിശ്വസിക്കാത്തതിന്റെ പേരിൽ താങ്കൾ നശിക്കുകയാണോ നബിയെ? അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു ചോദിക്കാണ്. അവര് വിശ്വസിക്കുന്നില്ലെങ്കിൽ താങ്കൾ ഇതിന് നശിക്കണം. അവർ അവിശ്വസിക്കുകയാണ്, അവർ ശിർക്കിലേക്ക് പോവുകയാണ്, അവർ കുഫറിലേക്ക് പോയാണ്. അവര് പോട്ടെ, അവർ തൊലയിട്ടതല്ല. അള്ളാഹിന്റെ റസൂൽ ചിന്തിച്ചത് നബി തടയുകയാണ്. ഞാൻ നിങ്ങളെ ഊരക്കാ പിടിക്കുന്നത്, ഞാൻ നിങ്ങളെ ഊരക്കാ പിടിക്കുന്നത്. പക്ഷേ വാന്തും തഫല്ലത്തൂന മിൻ യദി, എന്റെ കൈ തട്ടിയിട്ട് നിങ്ങൾ നരകത്തിലേക്ക് പോവുകയാണല്ലോ. നിങ്ങളുടെ ഊരക്ക് ഞാൻ പിടിക്കുകയാണ് പോകാതിരിക്കാൻ, പക്ഷേ എന്റെ കൈ തട്ടി തെറിപ്പിച്ച് നിങ്ങൾ നരകത്തിലേക്ക് പോവുകയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ അത് മനസ്സാണ്. ഞാൻ നശിക്കാൻ നിനക്ക് വേണ്ടി, ഞാൻ തരാം എന്റെ ജീവൻ നിനക്ക് വേണ്ടി, ഞാൻ തരാം എന്റെ ആരോഗ്യം നിനക്ക് വേണ്ടി, ഞാൻ തരാം എന്റെ സമ്പത്ത് നിനക്ക് വേണ്ടി. നീ നന്നാകണം, നീ നന്നാകണം. അല്ലാതെ ഞാൻ നന്നാകാൻ നിന്നെ നശിപ്പിക്കുന്നില്ല. നീ നന്നാകണം, ഞാൻ നശിക്കാം. നീ നന്നാകണം, ഞാൻ എന്റെ ആരോഗ്യം തരാം. നീ നന്നാകണം, ഞാൻ എന്റെ സമ്പത്ത് തരാം. ഇത് റസൂലുള്ളാഹിയുടെ മനസ്സാണ്. ഇതൊരു മുജാഹിദ് പ്രവർത്തകന്റെ മനസ്സാണ്. അതുകൊണ്ടാണ് ഈ പരിപാടി വെക്കുന്നത്. ഞങ്ങൾക്ക് ഈ സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങാം. മക്കളുണ്ട്, കുട്ടികളുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജീവിക്കാനുള്ള വക ഭൗതികമായി മറ്റു മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഭൗതികമായി പണിയെടുത്തു തന്നെ തിരുന്ന ആളുകളാണ് ഞങ്ങൾ. പണിയെടുക്കുന്നവരാണ് ഞങ്ങൾ, കച്ചവടം നടത്തുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗമുണ്ട്, വീടുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്. അവിടെ പോയിരുന്ന മക്കളോടൊപ്പം സല്ലപിച്ചിരിക്കേണ്ട സമയമാണ്. ഈ സമയത്തും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നതും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഉൾക്കൊള്ളണം, മനുഷ്യർ ഉൾക്കൊള്ളണം, എന്റെ സഹോദരങ്ങൾ ഉൾക്കൊള്ളണം, എന്റെ മാതാപിതാക്കൾ ഉൾക്കൊള്ളണം, അതുപോലെ എന്റെ അയൽവാസികൾ ഉൾക്കൊള്ളണം, എന്റെ നാട്ടുകാർ ഉൾക്കൊള്ളണം, എന്റെ രാജ്യത്തുള്ളവർ ഉൾക്കൊള്ളണമെന്ന അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ്, അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ്, അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ പരിശോധിച്ചോളൂ ഓരോ മുജാഹിദ് പണ്ഡിതനെയും, അതുപോലെ ഈ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ മുജാഹിദ് പണ്ഡിതനെയും നിങ്ങൾ പരിശോധിച്ചോളൂ. അവരിൽ പലരും രോഗികളായി മാറിയിട്ടുണ്ട്, അവരിൽ പലരും പ്രയാസങ്ങൾ സഹിക്കുന്നവരായി മാറിയിട്ടുണ്ട്, അവരിൽ പലരും കഷ്ടനഷ്ടങ്ങൾ വഹിക്കുന്നവരായി മാറിയിട്ടുണ്ട്. ഈ ഒരു ദൗത്യം ഇവർ നിർവഹിക്കുന്നതിന്റെ പേരിൽ ഭൗതികമായി ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അവർ സഹിക്കുന്നവരാണ്, അവർ സഹിക്കാൻ തയ്യാറുമാണ്. പക്ഷേ ഈ രംഗത്ത് അവരിറങ്ങുന്നത് ഈ രൂപത്തിൽ സമൂഹത്തെ പരിവർത്തിപ്പിക്കാനാണ്, മാറ്റിയെടുക്കുവാനാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കേരളക്കരയിലല്ല കേരളത്തിന് പുറത്തും കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഈ തൗഹീദ് അന്വേഷിച്ചു കൊണ്ടുവരുന്ന നൂറുകണക്കിന് ആളുകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഇഖ്ലാസുള്ള പ്രാർത്ഥനകൾ അതാണ് മുജാഹിദുകളുടെ ആവേശം. അവരുടെ ഇഖ്ലാസുള്ള പ്രാർത്ഥനകൾ അതാണ് മുജാഹിദുകളുടെ ആവേശം. നിങ്ങൾക്കറിയുമോ, ഈ അടുത്ത സമയത്ത് സൗദി അറേബ്യയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ പെരുന്നാളിന്റെ പിറ്റേന്ന് ചാൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ കറുത്ത ഒരു മനുഷ്യൻ, പട്ടാമ്പിക്കാരനായ ഒരു മനുഷ്യൻ, മുഹമ്മദ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മൗലവി നിങ്ങളുടെ പ്രസംഗങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴാ കാണാൻ
കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ ഞാൻ താമസിക്കുന്നിടത്ത് വരണം, നിങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം തരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനുമുണ്ട്. കേരളത്തെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായ മായൻകുട്ടി മേത്തറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോഴാണ് പറഞ്ഞത്, അദ്ദേഹത്തോട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നതുകൊണ്ട് വരാനുള്ള പ്രയാസം അറിയിച്ചപ്പോ അദ്ദേഹം വല്ലാതെ വിഷമിച്ചു, വിഷണ്ണനായി. സംഘാടകരെ സമീപിച്ചു, ഇവരെ എങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം, എനിക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനം ഇദ്ദേഹത്തിന്റെ പ്രയാസം കണ്ട് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം താമസിക്കുന്ന സ്ഥലം അന്വേഷിച്ചു പോയി. നിങ്ങൾക്കറിയുമോ, അതെ, സൗദി അറേബ്യയിലെ അൽ ഖസീം എന്ന് പറയുന്ന പ്രദേശത്ത് വിജനമായ മരുഭൂമി. ആ മരുഭൂമിയിലൂടെ രാത്രിയിൽ ഞങ്ങൾ സഞ്ചരിച്ചു, മണിക്കൂറുകളോളം ഞങ്ങൾ സഞ്ചരിച്ചു. ആ മരുഭൂമിയുടെ നടുവിലൂടെ സഞ്ചരിച്ചിട്ട് അദ്ദേഹം താമസിക്കുന്ന ഈത്തപ്പനത്തോട്ടം നിറഞ്ഞ ഒരു തോട്ടത്തിന് നടുവിലെ ഒരു പിന്നെ തൊഴുത്തുപോലുള്ള ഒരു വീട്ടിൽ, തൊഴുത്തുപോലെ കെട്ടിയ ഒരു വീട്ടിൽ ഞങ്ങൾ കയറി ചെന്നു. അവിടെ ഉണ്ട് അദ്ദേഹം. ഭക്ഷണം തയ്യാറാക്കി ഞങ്ങളെയും കാത്ത് ആ പാതിരാത്രിയിൽ ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്നു, ഭക്ഷണം വിളമ്പി, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം ആവേശത്തോടെ പറഞ്ഞു, മൗലവി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വരുമ്പോഴായിരുന്നു ചങ്ങരംകുളം സമ്മേളനം നടന്നിരുന്നത്. ആ സമ്മേളനത്തിൽ ഞാനായിരുന്നു ട്രാഫിക്, ഞാനായിരുന്നു അവിടെ വാഹനം നിയന്ത്രിച്ചിരുന്നത്. മൗലവി, നിങ്ങൾ നാട്ടിൽ ചെന്നാൽ നിങ്ങൾ ഈ അടുത്ത സമ്മേളനം വരുമ്പോൾ എന്റെ പേര് രജിസ്റ്റർ ചെയ്യണം, ഞാൻ ട്രാഫിക് ആയിട്ടുണ്ടാവും. അടുത്ത സമ്മേളനത്തിന് ലീവ് എടുത്ത് ഞാൻ വരും, അതാണ് എന്റെ ലീവിനായി ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ചോദിച്ചു, എത്രയാ നിങ്ങൾക്ക് ഇവിടെ ശമ്പളം കിട്ടുക? അദ്ദേഹം പറഞ്ഞു, 1200 റിയാലാണ്. 1200 റിയാലാണ്. ഞങ്ങൾ പറഞ്ഞു, നാട്ടിലൊരു മനുഷ്യൻ പണിയെടുത്താൽ ഒരു മനുഷ്യന് 350-400 രൂപ ഒരു കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് നിർത്തി നാട്ടിൽ പോന്നൂടെ? നിങ്ങൾക്ക് നിർത്തിയിട്ട് നാട്ടിൽ വന്ന് കുടുംബവുമായി സുഖമായിട്ട് ജീവിച്ചുകൂടെ? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നാട്ടിൽ വരാം, ജീവിക്കാം, പക്ഷേ ഇവിടെ കിട്ടുന്ന ഒരു സൗഭാഗ്യം ഒരു പക്ഷേ എനിക്ക് നാട്ടിൽ കിട്ടിക്കോളമെന്നില്ല. ഞങ്ങൾ ചോദിച്ചു, എന്താണ് സൗഭാഗ്യം? ഈ വിജനമായ മരുഭൂമിയുടെ നടുവില് ഒരൽപ്പം പോലും ഒരാശ്വാസം കിട്ടാത്ത അവസ്ഥയില് ഈ തോട്ടത്തില് ഈ തൊഴുത്ത് പോലുള്ള വീട്ടില് നിങ്ങൾ കഴിയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? 1200 റിയാലോ? അതുകൊണ്ട് എന്ത് കിട്ടാനാ? ആ മനുഷ്യൻ പറഞ്ഞു, മൗലവി, അതൊന്നുമല്ല, ഞാൻ ഇവിടുന്ന് സഞ്ചരിക്കും, ഞാൻ ഈ മരുഭൂമിയുടെ മധ്യത്തിലൂടെ നടക്കും. 1.5 മണിക്കൂർ നടക്കുമ്പോഴാണ് ഞാൻ റോഡ് കാണുക. ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരുഭൂമിയിലുള്ള പാമ്പിനെ കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലുള്ള പാമ്പുകൾ നിറഞ്ഞ ഈ മരുഭൂമിയിലൂടെ 1.5 മണിക്കൂർ ഞാൻ സഞ്ചരിച്ചാൽ കണ്ടെത്തും റോഡ്. അങ്ങനെ ഞാൻ റോഡിൽ ചെന്ന് വാഹനത്തിൽ കയറി ഇസ്ലാഹി സെന്ററിൽ ചെല്ലും. അവിടെ പോയിരുന്ന് ഞാൻ ഖുർആൻ പഠിക്കും. ഖുർആൻ പഠിച്ചിട്ട് വൈകുന്നേരം രാത്രി സമയത്ത് ഞാൻ മടങ്ങി ഇവിടെ വന്നിറങ്ങും. എന്നിട്ട് 1.5 മണിക്കൂർ ഞാൻ ഈ മരുഭൂമിയുടെ നടുവിലൂടെ നടന്ന് ഇവിടെ എത്തും. ആ ഖുർആൻ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആശ്വാസം, അത് ലഭിക്കുമ്പോൾ ആശ്വാസം വേറെ എവിടെയും എനിക്ക് ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം അനുഭവം പറയുകയും അതുപോലെ തന്നെ അതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. മാന്യ സഹോദരങ്ങളെ, ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന, സുന്നത്ത് പഠിക്കുന്ന ആളുകളുണ്ട്. അവർ ദുആ ചെയ്യുന്നുണ്ട്, അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരും അവരെ കാണാനില്ല. മരുഭൂമിയുടെ മധ്യത്തിൽ ഈത്തപ്പനക്കുലകൾക്കിടയിൽ മുസല്ല വിരിച്ച് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ, ആ പ്രാർത്ഥനകൾക്കിടയിൽ ഒരാളായി മാറുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം അത് മാത്രമാണ് നമുക്ക് ഇതുവഴി കിട്ടാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നല്ലവരായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിത വിശുദ്ധി നിലനിർത്തി ജീവിക്കുന്ന മുത്തഖുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.